അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ സബ്സിഡിയറി ബുക്ക് അതാണ് നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സബ്സിഡിയറി ബുക്കിൽ നിന്നും എല്ലാം വരുന്ന തരത്തിലുള്ള ഒരു വലിയ പ്രോബ്ലമാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പർച്ചേസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ ഇതുമായി ബന്ധപ്പെട്ടുള്ള സിംഗിൾ പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ചെറിയ പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് അത് പറഞ്ഞായിരുന്നു നമ്മളൊരു വലിയ പ്രോബ്ലമായിട്ട് വരും. അതെന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിൽ സോഴ്സ് ഡോക്യുമെൻസുകളിൽ നിന്നും ജേർണൽ തയ്യാറാക്കി, ലെഡ്ജർ തയ്യാറാക്കി, ട്രയൽ ബാലൻസ് വരെ എത്തിക്കുന്ന പ്രോബ്ലം നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ വലിയ സ്ഥാപനങ്ങളാണെങ്കിൽ അവരുടെ മെത്തേഡ് എന്താണ്? ഞാൻ ഈ സബ്സിഡിയറി ബുക്ക് വഴിയാണ് അവരെന്ത് ചെയ്യുന്നത്, ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ സബ്സിഡിയറി ബുക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് ജേർണൽ പ്രോപ്പറും ക്യാഷ് ബുക്കും പർച്ചേസ് ഡേ ബുക്കും സെയിൽസ് ഡേ ബുക്കും ഇതെല്ലാം വരും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു പ്രോബ്ലത്തിൽ പ്രിപ്പയർ ചെയ്യുകയും അതിൻ്റെ ലെഡ്ജർ തയ്യാറാക്കി അതിനെ ട്രയൽ ബാലൻസിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒന്നും വരില്ല. അപ്പോൾ ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളൊരു അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാൻ ഭാവിയിൽ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഇത് എങ്ങനെയാണ് ഇത്രയും ഈ സ്പെഷ്യൽ ജേർണൽസ് തയ്യാറാക്കി എങ്ങനെയാണ് ഇതിൻ്റെ ട്രയൽ ബാലൻസിൽ എത്തിക്കുന്നതെന്നുള്ള ഒരു പ്രോബ്ലം നിങ്ങൾ ഉറപ്പായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തിരിക്കണം. അപ്പോൾ അത്തരത്തിൽ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും നിങ്ങൾ ഇത് പറ്റുമെന്നുണ്ടെങ്കിൽ എന്നോടൊപ്പം തന്നെ ഇത് എന്ത് ചെയ്യുക, നോട്ട്ബുക്കോ എടുത്തിട്ട് അത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കുക. അതിനോടൊപ്പം തന്നെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന പോർഷൻ ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. അതുകൊണ്ട് ഈ ഒരു പോർഷനാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ജേർണൽ, ക്യാഷ് ബുക്ക്, പർച്ചേസ് ഡേ ബുക്ക്, ഇത് സോഴ്സ് ഡോക്യുമെൻറ്റ്സ് ഉപയോഗിച്ച് ഇതെല്ലാം തയ്യാറാക്കിയിട്ട് അതിനെ ലെഡ്ജറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് ക്യാഷ് ബുക്ക് വേണ്ട. ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്, നമ്മൾ സ്പെഷ്യൽ സബ്സിഡിയറി ബുക്സ് ആണ് ബുക്സ് ഓഫ് പ്രൈം എൻട്രി ആയിട്ട് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ലെഡ്ജർ തയ്യാറാക്കുമ്പോൾ നമുക്ക് ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ക്യാഷ് അക്കൗണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ക്യാഷിൻ്റെയോ ബാങ്കിൻ്റെയോ ബാലൻസ് നമുക്ക് കിട്ടും. ഇനി ഇത് കൂടാതെ നമുക്ക് ഇനി ഒന്നും കൂടെ പഠിക്കാനുണ്ട്. ഡേ ബുക്ക് തയ്യാറാക്കിയിട്ട് ലെഡ്ജർ തയ്യാറാക്കി ട്രയൽ ബാലൻസ് എങ്ങനെ തയ്യാറാക്കും എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ അതിനി ഞാൻ തുടർന്നിടും. നോർമലി അതൊന്നും എങ്ങും പഠിക്കാനില്ലാത്തതാണ്. പ്രാക്ടിക്കലി ഇവിടെ പല അക്കൗണ്ടന്റ്മാരും വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അത് ഞാൻ എന്തായാലും കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ സമയമില്ല, നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പം പ്രോബ്ലം ഇത് വലിയൊരു പ്രോബ്ലമാണ്. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് ഇതിൻ്റെ PDF അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഈ പ്രോബ്ലം ഒന്ന് വായിക്കുക. ഫസ്റ്റ് ടൈം നിങ്ങളൊന്ന് വായിക്കുക. അതിനുശേഷം നമ്മൾ രണ്ടാമത് ഇത്രയും വലിയൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ അതിനു മുമ്പ് നമ്മൾ ഓരോന്നും ഒന്ന് വായിച്ചിട്ട് ഇത് എവിടേക്കാണ് പോസ്റ്റ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് വായിച്ചു പോകാം. ഓക്കെ, ഒന്നാമത് പറയുന്നത് കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് എൻ്റർ ചെയ്യേണ്ടത് ക്യാഷ് ബുക്കിലാണ്. ഞാനൊന്ന് നോട്ട് ചെയ്യാൻ പോവുകയാണ്. ക്യാഷ് C എന്ന് മാർക്ക് ചെയ്തു. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ക്യാഷ് ബുക്കിൽ എൻ്റർ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തു. അടുത്ത പറഞ്ഞിരിക്കുന്നത് ഫർണിച്ചറും ലാൻഡും വാങ്ങി ഫോർ ക്യാഷ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് ക്യാഷ് ബുക്കിൽ തന്നെ വരേണ്ട ഐറ്റമാണ്. ഞാനൊന്ന് മാർക്ക് ചെയ്തു. അടുത്തത് പെയ്ഡ് ചെക്ക് ടു മനു ആൻഡ് സൺസ്. അത് ക്യാഷ് പർച്ചേസ് ആണ് അല്ലേ? ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ ക്യാഷ് ബുക്കിൽ തന്നെ വരേണ്ടതാണ്. ഐറ്റം എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇലക്ട്രിക് വയറും പ്ലഗും ആണ്. ഇവരുടെ കമ്പനി എന്ന് പറയുന്നത് ഇലക്ട്രിക് കമ്പനിയാണ് അല്ലേ? അപ്പോൾ ഉറപ്പായിട്ടും അത് ഗുഡ്സ് തന്നെയാണ്, പക്ഷേ അത് ക്യാഷ് ബുക്കിലാണ് വരേണ്ടത്. കാരണം ക്യാഷ് പർച്ചേസ് ആയത് കൊണ്ടാണ്. ദെൻ ബോട്ട് ഫ്രം മഹേഷ് ആൻഡ് കമ്പനി, അത് ക്രെഡിറ്റ് പർച്ചേസ് ആണ്. അപ്പോൾ നമ്മളത് പർച്ചേസ് ഡേ ബുക്ക് PD എന്ന് മാർക്ക് ചെയ്തു. അടുത്ത ഐറ്റം പർച്ചേസ് സ്റ്റേഷനറി ഫോർ ക്യാഷ് ബുക്കിൽ എൻ്റർ ചെയ്യുക. അതുപോലെ ലോൺ ഫ്രം SN ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ലോൺ കിട്ടിയെന്നും അത് അടുത്ത ദിവസം ബാങ്കിൽ ഇട്ടു എന്നാണ് പറയുന്നത്. അവിടെ 2 ട്രാൻസാക്ഷൻ ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. നമുക്കത് ക്യാഷ് ബുക്ക് എൻ്റർ ചെയ്യാം. അടുത്തൊരു ഐറ്റം ക്യാരിയേജും അതർ ചാർജസും കൊടുത്തു എന്നാണ് പറയുന്നത്. നമുക്ക് ക്യാഷ് ബുക്കിൽ എൻ്റർ ചെയ്യാനുള്ളതാണ്. അടുത്തൊരു ഐറ്റം പർച്ചേസ് ഡേ ബുക്കിൽ എൻ്റർ ചെയ്യാനുള്ളതാണ്. അടുത്തൊരു ഐറ്റം സെയിൽസ് ഡേ ബുക്കിൽ എൻ്റർ ചെയ്യുക. അത് ക്രെഡിറ്റ് സെയിലാണ് കേട്ടോ. അടുത്തൊരു ഐറ്റം സെയിൽസ് ഡേ ബുക്കിൽ എൻ്റർ ചെയ്യാനുള്ളതാണ്. ഇത് ക്രെഡിറ്റ് സെയിലാണ്. അടുത്തത് റിട്ടേൺ ഇൻവേർട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വിറ്റ സാധനം തിരിച്ചു വന്നു. അപ്പോൾ അത് സെയിൽസ് റിട്ടേൺ ഡേ ബുക്കാണ്. ഞാൻ ജസ്റ്റ് SR എന്ന് കൊടുത്തു. പെയ്ഡ് റെന്റ് ബൈ ചെക്ക് ക്യാഷ് ബുക്കിൽ വരേണ്ടതാണ്. അടുത്തത് പർച്ചേസ്ഡ്, അതും ക്യാഷ് ബുക്കിൽ വരേണ്ടതാണ്. കാരണം അത് ഫോർ ക്യാഷ് എന്ന് എടുത്ത് പറയുന്നുണ്ട്.
അടുത്ത ഐറ്റം പർച്ചേസ് റിട്ടേൺ ആണ്. റിട്ടേൺഡ് ടു മിഥുൻ ആൻഡ് കമ്പനി. മിഥുൻ ആൻഡ് കമ്പനി നമ്മുടെ സപ്ലയർ ആണ്, നമ്മൾ തിരിച്ചു കൊടുത്തു, അപ്പോൾ അത് റിട്ടേൺ ആണ്. പർച്ചേസ് റിട്ടേൺ PR എന്ന് മാർക്ക് ചെയ്തു. അടുത്ത പർച്ചേസ്ഡ് ഓൺ അക്കൗണ്ട് ഫർണിച്ചർ ഫ്രം മെസസ് ആയൂർ ലിമിറ്റഡ്. അത് ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തു, ഫർണിച്ചറാണ്. ഫർണിച്ചർ ഒരു ഗുഡ്സ് അല്ല, നമുക്ക് ഉപയോഗിക്കേണ്ട ഐറ്റമാണ്, ഫിക്സഡ് അസറ്റ് ആണ്, പക്ഷേ ക്രെഡിറ്റിനാണ് വാങ്ങിയത്. അപ്പോൾ ക്യാഷിനാണെങ്കിൽ അത് ക്യാഷ് ബുക്കിൽ പോകും. ക്രെഡിറ്റിനായി എന്ന കാരണത്താൽ നമുക്ക് പർച്ചേസ് ഡേ ബുക്കിൽ എഴുതാൻ കഴിയില്ല, ഗുഡ്സ് അല്ല, വിൽക്കേണ്ട ഐറ്റം അല്ല. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ജേണൽ പ്രോപ്പർ വഴിയാണ് ആ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഒരു ഐറ്റം എന്ന് പറയുന്നത് അഡ്വർടൈസ്മെന്റ് കൊടുത്തു, അത് ക്യാഷ് ബുക്കിൽ വരേണ്ട ഐറ്റമാണ്. അടുത്തത് സെയിൽസ് ഡേ ബുക്കിൽ വരേണ്ട ഐറ്റമാണ്. അടുത്തൊരു ഐറ്റം പർച്ചേസ് ഡേ ബുക്കിൽ വരേണ്ട ഐറ്റമാണ്. അടുത്തൊരു ഐറ്റം സെയിൽസ് ഡേ ബുക്കിൽ വരേണ്ട ഐറ്റമാണ്. അടുത്തത് ക്യാഷ് ബുക്കിൽ വരേണ്ടതാണ്, കാരണം 3700 രൂപയുടെ ചെക്ക് കിട്ടിയെന്നാണ് പറയുന്നത് അല്ലേ, ക്യാഷ് ബുക്കിൽ വരേണ്ട ഐറ്റമാണ്. അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് പർച്ചേസ്ഡ് ഫ്രം മിഥുൻ ആൻഡ് കമ്പനി, അതും പർച്ചേസ് ഡേ ബുക്കിൽ വരേണ്ട ഐറ്റമാണ്. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് സെയിൽസ്, അത് സെയിൽസ് ഡേ ബുക്കിൽ വരേണ്ട ഐറ്റമാണ്. അടുത്തത് എന്താണ് പറയുന്നത്, ക്യാഷ് സെയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാഷ് സെയിൽ ആണെങ്കിൽ ക്യാഷ് ബുക്കിലാണ് വരേണ്ടത്. ക്യാഷ് പർച്ചേസസ് ക്യാഷ് ബുക്കിലാണ് വരേണ്ടത്. ഇലക്ട്രിസിറ്റി ബിൽ കൊടുത്തത് ക്യാഷ് ബുക്കിലാണ്. അടുത്തൊരു ഐറ്റം പറഞ്ഞേക്കുന്നത് മെയ്ഡ് ഫുൾ ആൻഡ് ഫൈനൽ സെറ്റിൽമെന്റ് ടു മിഥുൻ ആൻഡ് കമ്പനി. മിഥുൻ ആൻഡ് കമ്പനിക്ക് ടോട്ടൽ പേയ്മെന്റ് സെറ്റിൽ ചെയ്തു, പക്ഷേ അവിടെ ഒരു 320 രൂപ ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ രണ്ടിടത്ത് വരും. പേയ്മെന്റ് കൊടുത്തത് ക്യാഷ് ബുക്കിലും ഡിസ്കൗണ്ട് അലോ ചെയ്തത് നമുക്ക് ജേണൽ പ്രോപ്പർ വഴി എൻ്റർ ചെയ്യാൻ കഴിയുള്ളൂ. അത് രണ്ടും ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, അടുത്തത് പർച്ചേസ്ഡ് ക്യാഷ്, അത് നമുക്ക് ജേണൽ പ്രോപ്പറിലാണ്. കാരണം എന്താ വെച്ചാൽ അത് നിസാൻ പേപ്പേഴ്സിന്റെ കയ്യിൽ നിന്നും സ്റ്റേഷനറി ക്രെഡിറ്റിന് വാങ്ങിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേഷനറി ഒരു ഗുഡ്സ് അല്ല, നമുക്കത് ഉപയോഗിക്കാനുള്ളതാണ്. സോ അതുകൊണ്ട് അത് ക്രെഡിറ്റ് ആയതുകൊണ്ട് ജേണൽ പ്രോപ്പർ വഴി എൻ്റർ ചെയ്യുക. അടുത്തൊരു ഐറ്റം സെയിൽസ് ഡേ ബുക്കിൽ എൻ്റർ ചെയ്യാനുള്ളതാണ്. അടുത്തത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, ക്യാഷ് ബുക്കിൽ എൻ്റർ ചെയ്യാം. വിഡ്രോ ചെയ്തു, ക്യാഷ് ബുക്കിൽ എൻ്റർ ചെയ്യാം. ടെലിഫോൺ ചാർജസ് ക്യാഷ് ബുക്കിൽ, ഇൻഷുറൻസ് ക്യാഷ് ബുക്കിൽ. മഹേഷ് ആൻഡ് സൺസിന് 2450 അതുപോലെ ഇലക്ട്രോൺ കമ്പനിക്ക് 28,000 രൂപയും കൊടുത്തു. കൂടാതെ അവിടെ ഒരു ട്രേഡ് ഡിസ്കൗണ്ട് ക്യാഷ് ഡിസ്കൗണ്ട് കിട്ടിയെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടിടത്ത് വരും, ക്യാഷ് ബുക്കിലും വരും, ഈ ഡിസ്കൗണ്ട് കിട്ടിയത് ജേണൽ പ്രോപ്പറിലും വരും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ ഏകദേശം എല്ലാം വായിച്ച് ഓരോ ഐറ്റവും എവിടെയൊക്കെ വരുമെന്ന് ക്ലാസിഫൈ ചെയ്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എത്ര ഐറ്റം ക്യാഷ് ബുക്കിൽ എത്ര C മാർക്ക് ചെയ്ത് അല്ലെ, എത്ര എണ്ണം നമ്മൾ ക്യാഷ് ബുക്കിൽ എൻ്റർ ചെയ്യാനുള്ള ഐറ്റം കിട്ടി, അത്രയും ഏകദേശം വരത്തക്ക രീതിയിൽ നമ്മളൊരു ക്യാഷ് ബുക്ക് തയ്യാറാക്കണം. അതുപോലെ പർച്ചേസ് ഡേ ബുക്കിൽ PD എന്ന് പറഞ്ഞ് നമ്മൾ മാർക്ക് ചെയ്തത് എത്ര എണ്ണം ഉണ്ട്, അതിൻ്റെ എണ്ണം ഒന്ന് കൗണ്ട് ചെയ്യുക, അതനുസരിച്ചിട്ടുള്ളൊരു പർച്ചേസ് ഡേ ബുക്ക് തയ്യാറാക്കുക. സെയിൽസ് ഡേ ബുക്ക് അതുപോലെ എത്ര ഐറ്റം ഉണ്ടെന്ന് നോക്കിയിട്ട് അതും തയ്യാറാക്കുക. അതുപോലെ പർച്ചേസ് റിട്ടേൺ സെയിൽസ് റിട്ടേൺ ഓരോ ഐറ്റമേ ഉള്ളൂ, അപ്പോൾ ചെറിയ ഒരു പർച്ചേസ് റിട്ടേൺ തയ്യാറാക്കുക. അതിനുശേഷം ജേണൽ പ്രോപ്പർ എനിക്ക് തോന്നുന്നു നാലിടത്താണ് ജേണൽ പ്രോപ്പർ വന്നത്, അപ്പോൾ അത് ജേണൽ പ്രോപ്പറും തയ്യാറാക്കുക. ഞാനിതെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. സമയം ലാഭിക്കുന്നതിന് വേണ്ടി ഞാനിത് ഓൾറെഡി തയ്യാറാക്കിയിട്ടിരിക്കുകയാണ്. ക്യാഷ് ബുക്ക് ഡബിൾ കോളം ക്യാഷ് ബുക്ക് തന്നെ നമുക്ക് എൻ്റർ ചെയ്യാം, കാരണം ക്യാഷും ബാങ്കും ഇവിടെ പറയുന്നത് കൊണ്ട്. അതുപോലെ പർച്ചേസ് ഡേ ബുക്ക് ഞാൻ വരച്ചിട്ടുണ്ട്, പർച്ചേസ് റിട്ടേൺ വരച്ചിട്ടു, സെയിൽസ് ഡേ ബുക്ക് വരച്ചിട്ടു, സെയിൽസ് റിട്ടേൺ ഡേ ബുക്ക് വരച്ചിട്ടു, കൂടാതെ ജേണൽ പ്രോപ്പറും വരച്ചിട്ടു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇത്രയും ഒന്ന് വരയ്ക്കുക, ഒരു സ്പേസ് മാക്സിമം സ്പേസ് എടുത്ത് തന്നെ വരയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സൈമൾട്ടേനിയസ്ലി 1 by 1 ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യുക. എല്ലാ ബുക്കുകളും ഈ പറയുന്ന ബുക്സ് ഓഫ് പ്രൈമറി ഏതെല്ലാം ആപ്ലിക്കബിൾ ആണോ അതെല്ലാം ഞാൻ വരച്ചിട്ടുണ്ട്. അതിനകത്ത് ഏതൊക്കെയാണോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം നമുക്ക് ഒരേ സമയത്ത് പോസ്റ്റ് ചെയ്തു പോകാം. ഇനി ഒരു കാര്യം എടുത്ത് പറയുന്നത്, നമ്മൾ 1 by 1 ആയിട്ട് എല്ലാം ഒന്നിച്ച് വരച്ചിട്ടിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഒരു പ്രാവശ്യം ഇനി ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് നമ്മൾ പോസ്റ്റ് ചെയ്തങ്ങ് പോവുകയാണ്. പോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുക്സ് ഓഫ് പ്രൈമറിയിൽ എൻ്റർ ചെയ്തങ്ങ് പോവുകയാണ്. അപ്പോൾ പിന്നീട് നമ്മൾ തിരിച്ചു വന്നിട്ട് ഇത് എടുത്തോ എടുത്തില്ലയോ എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഉദിക്കുന്നില്ല. പിന്നെ മാത്രമല്ല, ഞാൻ ഇനിയുള്ള ചാപ്റ്ററുകൾ A to Z ചാപ്റ്ററുകൾ പഠിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ ആദ്യം ഒരു കാര്യം ചെയ്യാൻ ക്യാഷ് ബുക്ക് മൊത്തം ഒന്ന് തയ്യാറാക്കാം, അതിനുശേഷം പർച്ചേസ് ഡേ ബുക്ക് മൊത്തം ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ, ആദ്യം ക്യാഷ് ബുക്ക് തയ്യാറാക്കണമെങ്കിൽ ഇത് മൊത്തം വീണ്ടും വായിക്കണം. അതിൽ നിന്ന് ക്യാഷ് ബുക്കിലെ ഐറ്റംസ് മാത്രം എടുത്തിട്ടാണ് നമ്മൾ ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നത്. പിന്നെ പർച്ചേസ് ഡേ ബുക്ക് തയ്യാറാക്കാൻ വരുമ്പോൾ വീണ്ടും ഇത് മൊത്തം വായിക്കണം. അപ്പോഴും നമ്മൾ വീണ്ടും ചിലപ്പോൾ വായിച്ചെന്ന് വരാം, നമ്മുടെ സമയം വേസ്റ്റ് ആവും. ഇവിടെ അങ്ങനെയല്ല, ഇനി ഒരു പ്രാവശ്യം വായിക്കുന്നു, അതോടുകൂടി നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ മാറ്റി വെക്കുന്ന അവസ്ഥയിലേക്ക് വരണം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഐറ്റത്തിലേക്ക് വരാം. കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് 1 lakh.
ഞാനൊന്ന് ടിക്ക് ചെയ്യുന്നു. ഓരോ ഐറ്റവും ഞാൻ പ്രോബ്ലം സോൾവ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ടിക്ക് ചെയ്ത് മാറും. നിങ്ങൾ പെൻസിൽ വെച്ച് ടിക്ക് ചെയ്യുക. അപ്പം ഈ ഐറ്റം നമ്മൾ എവിടെയാണ് വരുന്നത്? ക്യാഷ് ബുക്കിലാണ് വരേണ്ടത്. ക്യാപിറ്റൽ വന്നു, അപ്പം നമുക്ക് ഫണ്ട് വന്നു എന്നുള്ളതല്ലേ. അപ്പം റെസിപ്റ്റ് ആണ്. ക്യാഷ് ബുക്കിന്റെ റെസിപ്റ്റ് സൈഡിലേക്ക് ക്യാഷ് ബുക്ക് എടുക്കുക. റെസിപ്റ്റ് സൈഡിൽ ക്യാഷിന്റെ കോളത്തിൽ ടു ക്യാപിറ്റൽ April 1st. ഓക്കെ. ദെൻ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ എന്താണ്? നമുക്ക് ജേണൽ എൻട്രി വേണമെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കാം. ബാങ്ക് കൂടി, ക്യാഷ് കുറഞ്ഞു. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ബാങ്ക് അക്കൗണ്ടിൽ ടു ക്യാഷ് എന്ന് എൻ്റർ ചെയ്യണം. ബാങ്ക് അക്കൗണ്ടിൽ ടു ക്യാഷ് എന്ന് എൻ്റർ ചെയ്യണം. ഇതാണ് ബാങ്ക് അക്കൗണ്ട് മീൻസ് ബാങ്കിന്റെ കോളം. ബാങ്കിന്റെ കോളത്തിൽ ടു ക്യാഷ് എന്ന് എൻ്റർ ചെയ്യണം. ഇത് ബുക്സ് ഓഫ് പ്രൈം എൻട്രി ആണ്. അപ്പോൾ നമ്മൾ ജേണൽ നോക്കേണ്ട കാര്യമില്ല. റെസിപ്റ്റ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യുക, പേയ്മെന്റ് ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എവിടെ നിന്നാണ് പേയ്മെന്റ് പോയിരിക്കുന്നത്? ക്യാഷിൽ നിന്നാണ് പേയ്മെന്റ് പോയത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ ക്യാഷ് ബുക്കിന്റെ ക്യാഷിന്റെ കോളത്തിൽ അത് ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. എന്നിട്ട് നമ്മൾ സി മാർക്ക് ചെയ്യും. കോൺട്രാ എൻട്രി ആണ്. ഇത് ഒരേ സമയത്ത് രണ്ടിടത്തും എഫക്റ്റ് ചെയ്തതായതുകൊണ്ട് നമ്മൾ സി മാർക്ക് ചെയ്തു. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ഐറ്റത്തിലേക്ക് പോകുന്നു. പർച്ചേസ്ഡ് ഫർണിച്ചർ 6,000, ലാൻഡ് 42,000. ലാൻഡും ഫർണിച്ചറും വാങ്ങി എന്നുള്ളതാണ്. 6,000 42,000. ഇത് പേയ്മെന്റ് അല്ലേ? ക്യാഷ് ഉപയോഗിച്ചിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. നമുക്ക് നേരെ ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡിൽ എൻ്റർ ചെയ്തു. ഓക്കെ ആണല്ലോ. ഓക്കെ ആണ്. അടുത്ത ഐറ്റം ടിക്ക് ചെയ്യുന്നു. പെയ്ഡ് ചെക്ക് ടു മനു ആൻഡ് കമ്പനി ഫോർ പർച്ചേസ് ഓഫ് ഇലക്ട്രിക് വയേഴ്സ് ആൻഡ് പ്ലഗ്സ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ക്യാഷ് പർച്ചേസ് ആണ്. ഇവർ ഇലക്ട്രിക്കൽ കമ്പനി ആയതുകൊണ്ട് വയറും പ്ലഗും വാങ്ങിക്കുന്നത് അവരുടെ പർച്ചേസസ് ആണ്. പക്ഷേ ഇത് ക്യാഷ് കൊടുത്ത് വാങ്ങിയെന്ന് പറയുമ്പോൾ അതുകൊണ്ട് അത് ക്യാഷ് ബുക്കിലാണ് വരേണ്ടത്. April 3 ക്യാഷ് ബുക്കിലാണ് എൻ്റർ ചെയ്യേണ്ടത്. ബൈ പർച്ചേസസ് ചെക്ക് കൊടുത്ത് വാങ്ങിയതുകൊണ്ട് ബാങ്കിന്റെ കോളത്തിൽ എൻ്റർ ചെയ്യുക. അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് പർച്ചേസ് ഡേ ബുക്കിൽ എൻ്റർ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. എന്തൊക്കെയാണ്? 28 ഹീറ്റർ വാങ്ങി 50 രൂപ, 40 ട്യൂബ്ലൈറ്റ് വാങ്ങി 35 രൂപ, ട്രേഡ് ഡിസ്കൗണ്ട് 12%, 544 ഇൻവോയ്സ് നമ്പർ, ഡേറ്റ് April 4. ഈ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ പർച്ചേസസ് ഡേ ബുക്കിൽ എൻ്റർ ചെയ്യണം. സോ നമ്മൾ പർച്ചേസ് ഡേ ബുക്കിലേക്ക് പോകുന്നു. പർച്ചേസ് ഡേ ബുക്ക് എടുത്തിട്ട് April 4 എന്ന് ഡേറ്റ് കൊടുത്തിട്ട് മഹേഷ് ആൻഡ് കമ്പനി എന്ന് എഴുതിയിട്ട് 28 ഹീറ്റർ 50, 40 ട്യൂബ്ലൈറ്റ് 35, 1400 ഇത് രണ്ടും കൂടെ കൂട്ടി ടോട്ടൽ എടുക്കുന്നു. അതിൽ നിന്ന് 12% ഡിസ്കൗണ്ട് കുറച്ചിട്ട് ഔട്ടർ കോളത്തിൽ എൻ്റർ ചെയ്യുന്നു. ഇൻവോയ്സ് നമ്പർ എൻ്റർ ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ഓക്കെ ആണ്. അടുത്ത ട്രാൻസാക്ഷനിലേക്ക് നമ്മൾ പോകുന്നു. അത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പർച്ചേസ്ഡ് സ്റ്റേഷനറി ഫോർ ക്യാഷ് എന്നാണ്. സ്റ്റേഷനറി വാങ്ങി ക്യാഷിനാണ്. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഡേ ബുക്കിലേക്ക് വന്നിട്ട് ക്യാഷിന്റെ കോളത്തിൽ ബൈ സ്റ്റേഷനറി 2300 കഴിഞ്ഞു. അടുത്ത നമ്മൾ പോകുന്നതെന്ന് പറയുന്നാൽ ലോൺ കിട്ടിയെന്നാണ് പറയുന്നത്. ലോൺ ഫ്രം SN ട്രേഡേഴ്സ് 25,000, 25,000 രൂപയുടെ ലോൺ കിട്ടിയെന്നും അത് അടുത്ത ദിവസം ബാങ്കിൽ ഇട്ടു എന്നാണ് പറയുന്നത്. ലോൺ കിട്ടിയത് ക്യാഷ് ആയിട്ടാണ്. സോ നമുക്ക് ആദ്യം ഡേ ബുക്കിൽ ഇത് ലോൺ കിട്ടിയതായിട്ട് കാണിക്കാം. 5-ാം തീയതി ഡേ ബുക്കിൽ ക്യാഷിന്റെ കോളത്തിൽ റെസിപ്റ്റ് സൈഡിൽ 25,000. തൊട്ടടുത്ത ദിവസം 6-ാം തീയതി ഇത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് നോക്കേണ്ടത് 5-ാം തീയതി വേറെ ഏതെങ്കിലും ട്രാൻസാക്ഷൻ ഉണ്ടോ എൻ്റർ ചെയ്യാനെന്ന് നോക്കണം. 5-ാം തീയതി ഒരു ട്രാൻസാക്ഷൻ കൂടെ ഉണ്ടല്ലേ, ക്യാരിയേജും അതർ ചാർജസും കൊടുത്തു. അത് എൻ്റർ ചെയ്തിട്ടല്ലേ നമുക്ക് 6-ാം തീയതിയിലെ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് നമുക്ക് പെൻഡിങ്ങിൽ വെക്കാം. ഓക്കെ. അപ്പോൾ 5-ാം തീയതി ഒരു ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യാനുണ്ട്. പേയ്മെന്റ് സൈഡിൽ ക്യാരിയേജ് ആൻഡ് കാർട്ടേജ് എന്ന് പറഞ്ഞ് 100 രൂപ, 80 + 20 100 രൂപ. ഇനി നമുക്ക് ഈ 25,000 ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന എൻട്രി കോൺട്രാ എൻട്രി ആണ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, ബാങ്കിന്റെ കോളത്തിൽ ടു ക്യാഷ്, അല്ലെങ്കിൽ ബാങ്കിന്റെ റെസിപ്റ്റ് സൈഡിൽ ടു ക്യാഷ്. അപ്പം ക്യാഷിന്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാങ്ക് സി മാർക്ക് ചെയ്യുക അല്ലേ. ബാങ്കിൽ കൂടി എവിടെ കുറഞ്ഞു? ക്യാഷിൽ കുറഞ്ഞു. ഓക്കെ ആണ്. അപ്പോൾ അത് നമ്മൾ ആ രണ്ട് ട്രാൻസാക്ഷൻ നമ്മളിവിടെ പെൻഡിങ്ങിൽ വെച്ച ട്രാൻസാക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ഒരു ട്രാൻസാക്ഷൻ പറഞ്ഞിരിക്കും, ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ് കേട്ടോ. അടുത്തത് പർച്ചേസ് ഡേ ബുക്കിൽ എൻ്റർ ചെയ്യാനാണ്. നേരത്തെ പോലെ സിമ്പിളാണ്. മിഥുൻ ആൻഡ് കമ്പനിയുടെ പേരെഴുതി, ഇൻവോയ്സ് നമ്പർ 125 എഴുതിയിട്ട് 50 ടേബിൾ ലാമ്പ് 80 രൂപ, 20 കെറ്റിൽസ് 125 രൂപ,
5 ഇലക്ട്രിക് അയൺ 300 രൂപ, ട്രേഡ് ഡിസ്കൗണ്ട് 20%. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ പർച്ചേസ് ഡേ ബുക്കിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. പർച്ചേസ് ഡേ ബുക്ക് എടുത്തിട്ട് 6-ാം തീയതി എന്ന് ഡേറ്റ് കൊടുത്തതിന് ശേഷം മിഥുൻ ആൻഡ് കമ്പനി എന്ന് പേര് കൊടുത്തു. 50 ലാമ്പ്, 20 കെറ്റിൽ, 5 അയൺ, ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ ആൻസർ വരുന്നു 8000. അതിൽ നിന്നും 20% ഡിസ്കൗണ്ട് കഴിച്ച് 6400. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. അടുത്ത ട്രാൻസാക്ഷനിലേക്ക് നമ്മൾ പോകുന്നത് സെയിൽസ് ഡേ ബുക്കിൽ എൻ്റർ ചെയ്യേണ്ട ഒരു ട്രാൻസാക്ഷൻ ആണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നരനാൻ കമ്പനിക്ക് വിറ്റു. ഇൻവോയ്സ് നമ്പർ 871 പ്രകാരം 5 ഹീറ്റർ 60 രൂപ, 5 ടേബിൾ ലാമ്പ് 100, 2 ഇലക്ട്രിക് അയൺ 320. അപ്പോൾ ഈ ഇത്രയും ട്രാൻസാക്ഷൻ നമ്മൾ സെയിൽസ് ഡേ ബുക്കിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ സെയിൽസ് ഡേ ബുക്ക് ഓപ്പൺ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ സെയിൽസ് ഡേ ബുക്ക്. 7-ാം തീയതി ഡേറ്റ് ഇട്ടിട്ട് നമ്മൾ നരനാൻ കമ്പനി എന്ന ഹെഡിങ് കൊടുത്ത് 5 ഹീറ്റർ 60, ലാമ്പ് 100, 2 അയൺ 320 ടോട്ടൽ എടുക്കുന്നു. അവിടെ ട്രേഡ് ഡിസ്കൗണ്ട് ഒന്നും ഇല്ല, ഞാനത് ഫോർമാറ്റ് കൊടുക്കുന്നുള്ളതേ ഉള്ളൂ. വേണമെങ്കിൽ വേണം, ഇല്ലെങ്കിൽ ഇല്ല. ടോട്ടൽ 1740 സെയിൽസ് ഡേ ബുക്കിലാണ് എൻ്റർ ചെയ്തത്. ഓക്കെ ആണല്ലോ? ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ട്രാൻസാക്ഷനിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ്. അതും സെയിൽസ് ഡേ ബുക്കിൽ എൻ്റർ ചെയ്യേണ്ട ഐറ്റമാണ്. സോണി ട്രേഡേഴ്സിന് വിറ്റു. 880 ഇൻവോയ്സ് നമ്പർ പ്രകാരം 2 ഐറ്റം. 15 ഹീറ്റർ 60, 15 ട്യൂബ് ലൈറ്റ് 38 രൂപ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെയിൽസ് ഡേ ബുക്കിൽ ഒരു ട്രാൻസാക്ഷനും കൂടെ എൻ്റർ ചെയ്യാം. 8-ാം തീയതിയാണ്, ഏപ്രിൽ 8-ാം തീയതി. ആ ഒരു ട്രാൻസാക്ഷൻ സോണി ട്രേഡേഴ്സിന് വിറ്റു എന്ന് പറയുന്ന ആ ഒരു ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുക. കഴിഞ്ഞല്ലോ? കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത കാണിക്കുന്നത് ഒരു റിട്ടേൺ ആണ്. സെയിൽസ് റിട്ടേൺ എന്നാണ് പറയുന്നത്. റിട്ടേൺ ഇൻവേർഡ്സ് ഫ്രം നരനാൻ കമ്പനി. നരനാൻ കമ്പനിക്ക് നമ്മൾ നേരത്തെ ഇതാണ്ട് ഇവിടെ വിറ്റിട്ടുണ്ടായിരുന്നു അല്ലേ? അതേ സാധനങ്ങൾ തിരിച്ചു തന്നു. ഹീറ്ററും 2 ഹീറ്ററും 1 അയണും തിരിച്ചു തന്നു. പക്ഷെ അതിന് പ്രൈസ് പറയുന്നില്ല. വേണ്ട, പർച്ചേസ് ഡേ ബുക്കിലെ നമ്മൾ സെയിൽസ് ഡേ ബുക്കിൽ അവരുടെ പ്രൈസ് ഓൾറെഡി കിടപ്പുണ്ട്. അതേ പ്രൈസ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് സെയിൽസ് റിട്ടേൺ ഡേ ബുക്കിലാണ് അത് എൻ്റർ ചെയ്യേണ്ടത്. സെയിൽസ് റിട്ടേൺ ഡേ ബുക്ക്. നമ്മുടെ സെയിൽസ് റിട്ടേൺ ഡേ ബുക്ക് ഇതാണ്. നരനാൻ കമ്പനി എന്ന് പേര് കൊടുത്തിട്ട് 2 ഹീറ്ററും 1 അയണും. പ്രൈസ് എവിടുന്ന് കിട്ടിയതാ? തൊട്ട് മുകളിൽ സെയിൽസ് ഡേ ബുക്കിൽ നരനാൻ കമ്പനിയുടെ ഹീറ്ററിൻ്റെ വില 60ഉം അയണിൻ്റെ വില 320. ആ പ്രൈസാണ് നമ്മളിവിടെ കോട്ട് ചെയ്യുന്നത്. ടോട്ടൽ എഴുതി 440. ആ ട്രാൻസാക്ഷൻ നമ്മൾ സെയിൽസ് റിട്ടേൺ ഡേ ബുക്കിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് പെയ്ഡ് റെന്റ് ബൈ ചെക്ക്. അപ്പോൾ ക്യാഷ് ബുക്കിൽ ബൈ റെന്റ് ബാങ്ക് കോളത്തിൽ ചെക്ക് ഉപയോഗിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ഫ്രം മായ. മായയുടെ കയ്യിൽ നിന്നും വാങ്ങി ഫോർ ക്യാഷ് എന്ന് എടുത്തു പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ക്യാഷ് പർച്ചേസ് ആയതുകൊണ്ട് ക്യാഷ് ബുക്കിലാണ് എൻ്റർ ചെയ്യേണ്ടത്. ക്യാഷ് ബുക്കിൽ ബൈ പർച്ചേസസ് 225. ഓക്കെ ആണല്ലോ? ആണ്. അടുത്തത് റിട്ടേൺഡ് ഗുഡ്സ് ടു മിഥുൻ ആൻഡ് കമ്പനി. നമ്മളുടെ സപ്ലയർ ആണ് മിഥുന് നമ്മൾ തിരിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പം പർച്ചേസ് റിട്ടേൺ ആണ് ഈ ഒരു ട്രാൻസാക്ഷൻ. 3 ടേബിൾ ലാമ്പും 2 കെറ്റിലും 1 അയണുമാണ്. ഇതിന് പ്രൈസ് നമ്മൾ പർച്ചേസ് ഡേ ബുക്കിൽ നോക്കിയാൽ മതി, നമുക്ക് അതിന്റെ പ്രൈസ് കിട്ടും. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കിയാലും മതി, വേണ്ട നമുക്ക് പർച്ചേസ് ഡേ ബുക്കിൽ നിന്ന് എടുക്കാം. നേരെ ഈ ഐറ്റം നമ്മൾ പർച്ചേസ് റിട്ടേൺ ഡേ ബുക്കിലേക്ക് കൊണ്ടുപോകുന്നു. പർച്ചേസ് റിട്ടേൺ ഡേ ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഈ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ഈ പ്രൈസ് എവിടുന്ന് കിട്ടി? 3, 2, 1 ഐറ്റമാണ്. 80, 125, 300 എന്ന് പറയുന്നത് മിഥുൻ ആൻഡ് കമ്പനിയുടെ പ്രൈസ് ഇതാണ്ട് ഇവിടെ നോക്കി. മിഥുന്റെ കയ്യിൽ വാങ്ങുന്ന വില എന്ന് പറയുന്നത് 80നും 125നും 300നുമാണ്. അതേ പ്രൈസ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. മാത്രവുമല്ല ടോട്ടൽ ചെയ്തിട്ട് 20% ട്രേഡ് ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്യണം. കാരണം വാങ്ങുന്ന സമയത്ത് അവർ നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട് തരുന്നുണ്ട്. തിരിച്ചു കൊടുക്കുമ്പോൾ അതേ ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യനിലെ അടുത്ത പാർട്ട് അത് നമ്മൾ ജേണൽ പ്രോപ്പർലി എൻ്റർ ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണത്. പർച്ചേസ്ഡ് ഓൺ അക്കൗണ്ട് ഫർണിച്ചർ ഫ്രം ആയൂർ ലിമിറ്റഡ് 8000. 8000 രൂപയുടെ ഫർണിച്ചർ വാങ്ങി. ഫർണിച്ചർ അസറ്റ് ആണ്. അസറ്റ് ക്രെഡിറ്റിന് വാങ്ങിയാൽ പർച്ചേസ് ഡേ ബുക്കിൽ എൻ്റർ ചെയ്യില്ല, ക്യാഷ് ബുക്കിൽ എൻ്റർ ചെയ്യില്ല. അപ്പോൾ ഇത് ജേണൽ പ്രോപ്പർ വഴിയാണ് എൻ്റർ ചെയ്യേണ്ടത്. ഇനി എന്താണ്? നമ്മുടെ സാധാ ജേണൽ തന്നെയാണ്. നമുക്ക് നോക്കാം എന്താണ് ഇവിടെ കൂടിയത്. അസറ്റാണ് കൂടിയത്, ഫർണിച്ചറാണ് കൂടിയത്. ബൈ ഫർണിച്ചർ അക്കൗണ്ട് ഡേറ്റർ ലൈബിലിറ്റി കൂടി. അതുകൊണ്ട് ടു ആയൂർ ലിമിറ്റഡ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് ജേണൽ പ്രോപ്പർ. ജേണൽ പ്രോപ്പർ എടുത്തിട്ട് നമ്മൾ ആ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുന്നു. 15-ാം തീയതി ബൈ ഫർണിച്ചർ അക്കൗണ്ട് ഡേറ്റർ ടു ആയൂർ ലിമിറ്റഡ് 8000 ഡെബിറ്റ് 8000 ക്രെഡിറ്റ്. ഓക്കെ ആണല്ലോ? ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും അടുത്ത ട്രാൻസാക്ഷനിലേക്ക് പോകുന്നു. അത് ക്യാഷ് ബുക്കിൽ എൻ്റർ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ തന്നെ നേരത്തെ നോട്ട് ചെയ്തതാണ്. പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ്
1200 രൂപ. ക്യാഷ് ബുക്ക് എടുത്തിട്ട് ബൈ അഡ്വർടൈസ്മെൻറ്റ് 1200 എന്ന് എഴുതുക. അത് ക്യാഷിൻ്റെ കോളത്തിലാണ്, ബാങ്കാണെന്ന് പറയുന്നില്ല. അടുത്ത നമ്മൾ സെയിൽസ് ഡേ ബുക്കിൽ എൻ്റർ ചെയ്യേണ്ട ഐറ്റമാണ്. നമ്മൾ നോട്ട് ചെയ്തതാണ്, ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ. സൂര്യ ആൻഡ് കമ്പനിയുടെ പേരിൽ 10 കെറ്റിലാണ് 130 രൂപ. സെയിൽസ് ഡേ ബുക്കിലാണ് എൻ്റർ ചെയ്യേണ്ടത്. സൂര്യ ആൻഡ് കമ്പനിയുടെ പേരിൽ 10 കെറ്റിൽ, ഡിസ്കൗണ്ട് ഒന്നുമില്ല, 1300 രൂപ. അത് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് പർച്ചേസ് ഡേ ബുക്കിൽ എൻ്റർ ചെയ്യേണ്ടതാണ്, നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. മെസ്സസ് ഇലക്ട്രോ ആൻഡ് കമ്പനിയുടെ കയ്യിൽ നിന്ന് 2 ഐറ്റമാണ്, 25 മിക്സറും അതുപോലെ 40 അയണും. രണ്ടിനും പ്രൈസ് ഉണ്ട്, 20% ഡിസ്കൗണ്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതും പർച്ചേസ് ഡേ ബുക്കിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഒരൈറ്റം പർച്ചേസ് ഡേ ബുക്കിൽ എൻ്റർ ചെയ്യേണ്ടതാണ്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. പർച്ചേസ് ഡേ ബുക്കിൽ ഇലക്ട്രോ ആൻഡ് കമ്പനിയുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ഡേ ബുക്കിലേക്ക് എൻ്റർ ചെയ്യുക. 25 മിക്സർ 600, 40 അയൺ 540 ടോട്ടൽ എടുക്കുന്നു. അതിൽ നിന്ന് ടേപ്പ് ഡിസ്കൗണ്ട് കുറച്ച് എഴുതുന്നു. അതും എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് സെയിൽസ് ഡേ ബുക്കിൽ എൻ്റർ ചെയ്യേണ്ടതാണ്. നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത് വെച്ചേക്കുന്ന ഐറ്റമാണ്. ഒരേ ഒരു ഐറ്റമേ ഉള്ളൂ, 4 ഇലക്ട്രിക് മിക്സർ 600 രൂപ. ഒറ്റ ഒരു ഐറ്റമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെയിൽസ് ഡേ ബുക്കിലേക്ക് നമുക്കത് എൻ്റർ ചെയ്യാം. ആ ഒരു ഐറ്റമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ, ഡിസ്കൗണ്ട് ഒന്നുമില്ല. അടുത്ത നമ്മൾ പോകുന്നത് ഏത് ഐറ്റമാണ്? ക്യാഷ് ബുക്കിൽ എൻ്റർ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. എന്താണെന്ന്? റിസീവ്ഡ് ചെക്ക് 3700 ഫ്രം നരനാൻ കമ്പനി ഫോർ ഫുൾ ആൻഡ് ഫൈനൽ സെറ്റിൽമെൻറ്റ് ഓഫ് ദ ക്ലെയിം. ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് ആഫ്റ്റർ 2 days. അപ്പം ആദ്യം നമുക്ക് നരനാൻ കമ്പനിയുടെ കയ്യിൽ നിന്നും കിട്ടിയ തുക നമുക്ക് ക്യാഷ് കിട്ടിയതുപോലെ കാണിക്കും. ചെക്ക് കിട്ടുമ്പോൾ നമ്മൾ ക്യാഷ് കിട്ടിയതുപോലെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ചെക്ക് കിട്ടുമ്പോഴുള്ള ജേണൽ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ടിയുടെ പേര് നരനാൻ കമ്പനി. ഇനി ഈ ചെക്ക് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നേ ഉള്ളൂ. ഇത് ബാങ്കിൽ ഇതിന്റെ ക്യാഷ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെക്ക് ബാങ്കിൽ ഇടണം. നമ്മുടെ കൈ വരുന്ന അന്ന് തന്നെ ബാങ്കിൽ ഇടണമെന്നില്ല. ഒരു പക്ഷേ ഇന്നോ നാളെയോ മറ്റന്നാളോ ബാങ്കിൽ പോകുമ്പോഴാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന കോൺട്രാ എൻട്രി നമ്മൾ എൻ്റർ ചെയ്യണം, പാസ് ചെയ്യണം. ഇവിടെ 2 ദിവസം കഴിഞ്ഞാണ് ബാങ്കിൽ പോകുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇന്ന് 21-ാം തീയതിയാണ്. അപ്പോൾ 23-ാം തീയതിയാണ് ബാങ്കിൽ പോകുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, 21-നും 23-നും ഇടയ്ക്ക് മറ്റെന്തെങ്കിലും ക്യാഷിൽ വരുന്ന, ക്യാഷ് ബുക്കിൽ വരുന്ന ട്രാൻസാക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഇല്ല. 21-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ ക്യാഷ് ബുക്കിൽ വരുന്ന ട്രാൻസാക്ഷൻ 23-ാം തീയതി. അപ്പം നമുക്ക് ധൈര്യമായിട്ട് ഇപ്പോൾ തന്നെ ഇതിൻ്റെ കോൺട്രാ എൻട്രി എൻ്റർ ചെയ്യാം. ഈ സമയത്ത് തന്നെ ഒറ്റയടിക്ക് നമുക്ക് എൻ്റർ ചെയ്ത് പോകാം, ഇല്ലെങ്കിൽ മറന്നു പോകുന്നുണ്ട് ഈ ഒരു ട്രാൻസാക്ഷൻ. ചെക്ക് ഡെപ്പോസിറ്റഡ് ആഫ്റ്റർ 2 days. അപ്പോൾ 23-ാം തീയതി ഒരു കോൺട്രാ എൻട്രി. എന്താണ് 23-ാം തീയതി വരുന്ന കോൺട്രാ എൻട്രി എന്ന് പറഞ്ഞാൽ? ബാങ്കിൽ ആ ക്യാഷ് കൂടും, ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക, ക്യാഷിൽ അത് കുറയും. ജേണൽ എൻട്രി പറയുകയാണെങ്കിൽ ബൈ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ്. ബാങ്ക് അക്കൗണ്ടിന്റെ കോളത്തിൽ ടു ക്യാഷ് അക്കൗണ്ടിൽ ബൈ ബാങ്ക്. ഓക്കെ ആണല്ലോ, സി മാർക്ക് ചെയ്തു കോൺട്രാ എൻട്രി ആയതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത ട്രാൻസാക്ഷൻ. അപ്പോൾ ഇത് നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ 2 ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നു, അതും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് പർച്ചേസ് ഡേ ബുക്കിൽ എൻട്രി ചെയ്യേണ്ട ഐറ്റമാണ്. അതായത് മിഥുലാൻ കമ്പനിയുടെ കയ്യിൽ നിന്നും 2 ഐറ്റംസ് വാങ്ങിച്ച്, കെറ്റിലും ലാമ്പും. അതിന് പ്രൈസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ 21-ാം തീയതി ഡേറ്റ് ഇട്ട് പർച്ചേസ് ഡേ ബുക്കിലേക്ക് ഇത് എൻ്റർ ചെയ്യുന്നു. പർച്ചേസസ് ഡേ ബുക്കിലേക്ക് ഇത് എൻ്റർ ചെയ്യുന്നു. മിഥുനാൻ കമ്പനി 10 കെറ്റിൽ 125, 20 ലാമ്പ് 80, ടോട്ടൽ ചെയ്ത് 20% ഡിസ്കൗണ്ട് കഴിച്ച് ഔട്ടർ കോളത്തിൽ എഴുതി. ഓക്കെ ആണല്ലോ, ഓക്കെ ആണ്. അടുത്ത നമ്മൾ പോകുന്നത് സെയിൽസ് ഡേ ബുക്കിൽ എൻ്റർ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. സെയിൽസ് ടു ലിയ ആൻഡ് ട്രേഡേഴ്സ്. ഒരേ ഒരു ഐറ്റമേ ഉള്ളൂ, സിമ്പിൾ ഐറ്റമാണ്. ലിയ ആൻഡ് ട്രേഡേഴ്സിൽ ഒരേ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ, അത് നമ്മൾ എൻ്റർ ചെയ്തു. സെയിൽസ് ഡേ ബുക്കിൽ എൻ്റർ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. അടുത്ത നമ്മൾ പോകുന്നത് ക്യാഷ് സെയിൽസ് ഓഫ് ഇലക്ട്രിക് വയേഴ്സ് ആൻഡ് പ്ലഗ്സ് 14,500, നെറ്റ് ഓഫ് ക്യാഷ് ഡിസ്കൗണ്ട് അലൗഡ് 200. ഇതിൽ പറഞ്ഞിരിക്കുന്നത് 14,500 രൂപയ്ക്ക് നമ്മൾ ക്യാഷ് സെയിൽ നടത്തി. അത് നെറ്റ് ഓഫ് ഡിസ്കൗണ്ട് ആണ്. 200 രൂപ ഡിസ്കൗണ്ടിന് ശേഷം 14,500 രൂപയ്ക്ക് ക്യാഷ് സെയിൽ നടത്തി. എന്ന് വെച്ചാൽ 14,500 രൂപ നമുക്ക് കിട്ടിയെന്ന് തന്നെയാണ്. ഇത് ക്യാഷ് ബുക്കിൽ ടു സെയിൽസ് എന്ന് എൻ്റർ ചെയ്യണം. ക്യാഷ് ബുക്കിൽ ടു സെയിൽസ്, ക്യാഷിൻ്റെ കോളം. ഓക്കെ. അടുത്ത നമ്മൾ പറയാൻ പോകുന്ന ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ക്യാഷ് പർച്ചേസസ് ആണ്. ഇതേപോലെ ക്യാഷ് പർച്ചേസിന് എടുത്ത് പറയുന്നുണ്ട്, കമ്പനിയുടെ പേരൊക്കെ ഉണ്ട്, അതിൽ കാര്യമില്ല, കാരണം ഇത് ക്യാഷ് പർച്ചേസ് ആണ്. അപ്പോൾ ക്യാഷ് ബുക്കിൽ ബൈ പർച്ചേസസ് പേയ്മെൻറ്റ് സൈഡിലേക്ക് എൻ്റർ ചെയ്യുക. ഓക്കെ. അടുത്ത ട്രാൻസാക്ഷൻ പെയ്ഡ് ഇലക്ട്രിസിറ്റി ബിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ക്യാഷ് തന്നെയായിരിക്കും. അപ്പോൾ ക്യാഷ് ബുക്കിൽ ബൈ ഇലക്ട്രിസിറ്റി 1320 ഡേറ്റ് കൊടുത്ത് എൻ്റർ ചെയ്യുക.
അത് കഴിഞ്ഞ ഒരു ട്രാൻസാക്ഷൻ ഇവിടെ രണ്ടടുത്ത് വരുന്ന ഒരു ട്രാൻസാക്ഷനാണ്. ക്യാഷ് ബുക്കിലും ജേണൽ പ്രോപ്പറിലും വരും. കാരണം നമുക്ക് നോക്കാം, മെയ്ഡ് ഫുൾ ആൻഡ് ഫൈനൽ പേയ്മെന്റ് ടു മിഥുൻ ആൻഡ് കമ്പനി ബൈ ചെക്ക്, ഡിസ്കൗണ്ട് അലൗഡ് ബൈ ദം 320 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ നോക്കണം. അതായത് മിഥുൻ ആൻഡ് കമ്പനിക്ക് നമ്മൾ എത്രയാണോ കൊടുക്കേണ്ടത് അത്രയും രൂപ കൊടുത്തു, പക്ഷെ അയാൾ 320 രൂപ ഡിസ്കൗണ്ട് തന്നു. അപ്പോൾ കൊടുക്കാനുള്ള തുകയിൽ നിന്ന് 320 ഡിസ്കൗണ്ടും കഴിച്ചിട്ട് ബാക്കി തുക നമ്മൾ കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊടുത്ത എമൗണ്ട് എത്രയാണെന്ന് ഇവിടെ പറയുന്നില്ല, പക്ഷെ ഡിസ്കൗണ്ടിന്റെ എമൗണ്ട് പറയുന്നുണ്ട്. അപ്പം നമുക്ക് മിഥുൻ ആൻഡ് കമ്പനിക്ക് കൊടുക്കാനുള്ള തുക എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അയാൾ നമ്മുടെ ഒരു സപ്ലയർ ആണ്. നമുക്ക് പർച്ചേസ് ഡേ ബുക്ക് നോക്കിയാൽ പെട്ടെന്ന് കിട്ടും. ഇതാണ് പർച്ചേസ് ഡേ ബുക്ക്. മിഥുൻ ആൻഡ് കമ്പനി, ഇതാണ് ഒരു ഐറ്റം. മിഥുൻ ആൻഡ് കമ്പനിയുടെ 6400 ഗുഡ്സ് നമ്മൾ വാങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് 250 ഗുഡ്സ് വാങ്ങി. അത് കഴിഞ്ഞിട്ട് ഒരു 642 രൂപ നമ്മൾ എന്ത് ചെയ്തു, മിഥുൻ ആൻഡ് കമ്പനിക്ക് റിട്ടേൺ കൊടുത്തു. ഈ 3 ട്രാൻസാക്ഷനാണ് മിഥുൻ ആൻഡ് കമ്പനിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് എൻ്റർ ചെയ്യാം. എന്തൊക്കെയാണ്? മിഥുൻ ആൻഡ് കമ്പനി ആദ്യം നമ്മൾ 6400, അത് കഴിഞ്ഞിട്ട് നമ്മൾ 2250, അത് കഴിഞ്ഞിട്ട് 632 അല്ലേ? ഇതെല്ലാം കൂടെ 6400-ഉം 2250-ഉം കൂട്ടി 632 കുറയ്ക്കുമ്പോൾ നമുക്ക് 8048 വരും. പക്ഷേ ഒരു 320 ഡിസ്കൗണ്ട് തന്നെന്ന് പറയുന്നില്ലേ? അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇനി എത്ര കൊടുത്താൽ മതി? ഈ 8048-ൽ നിന്നും 320 കുറയ്ക്കുമ്പോൾ 7728 രൂപയാണ് കൊടുക്കേണ്ടത്. നമുക്കൊന്നും കൂടെ പറയാം. മിഥുൻ ആൻഡ് കമ്പനിയുടെ കയ്യിൽ നിന്ന് 2 പർച്ചേസും ഒരു പർച്ചേസ് റിട്ടേണും. ഇത് ഈ പർച്ചേസിന് പർച്ചേസ് റിട്ടേൺ കുറച്ച് കഴിയുമ്പോൾ 8048 രൂപ കൊടുക്കണം. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് 320 രൂപ ഡിസ്കൗണ്ട് ഉണ്ടാണ്. അപ്പോൾ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് ബാക്കി 7728 രൂപയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് കൊടുത്തത്. ചെക്കാണോ ക്യാഷ് ആണോ? ചെക്ക് കൊടുത്തെന്നാണ് പറയുന്നത്. അപ്പം ക്യാഷ് ബുക്ക് എടുത്തിട്ട് ബൈ മിഥുൻ ആൻഡ് കമ്പനി 7728. ഈ 7728 എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ഞാൻ ഓൾറെഡി ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ? പർച്ചേസിൽ നിന്നും പർച്ചേസ് റിട്ടേൺ കുറച്ച്, ഡിസ്കൗണ്ടും കുറച്ച്, ബാലൻസ്. ഓക്കെ, അതേ ഡേറ്റിൽ തന്നെ നമ്മൾ ഒരു ട്രാൻസാക്ഷൻ കൂടെ എൻ്റർ ചെയ്യണം. ഇതിനകത്ത് 320 രൂപ ഡിസ്കൗണ്ട് അലോ ചെയ്തു. ഡിസ്കൗണ്ട് കിട്ടുന്നത് നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഏത് ബുക്ക് വഴിയാണ്? നമ്മുടെ ജേണൽ പ്രോപ്പർ വഴിയാണ്. അപ്പോൾ ഒന്ന് ജേണൽ എൻട്രി നോക്കാം. ഡിസ്കൗണ്ട് നമുക്ക് കിട്ടി എന്നല്ലേ പറഞ്ഞത്? ഡിസ്കൗണ്ട് കിട്ടുന്നത് ഒരു ഇൻകം ആണ്, ക്രെഡിറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആരെ ഡെബിറ്റ് ചെയ്യണം? മിഥുൻ ആൻഡ് കമ്പനിയെ ഡെബിറ്റ് ചെയ്യണം. സോ മിഥുൻ ആൻഡ് കമ്പനി അക്കൗണ്ട് ഡെറ്റർ ടു ഡിസ്കൗണ്ട് റിസീവ്ഡ്. എവിടെയാണ് എൻ്റർ ചെയ്യേണ്ടത്? ജേണൽ പ്രോപ്പറിലാണ് എൻ്റർ ചെയ്യേണ്ടത്. 320 രൂപ മിഥുൻ ആൻഡ് കമ്പനി അക്കൗണ്ട് ഡെറ്റർ ടു ഡിസ്കൗണ്ട് റിസീവ്ഡ്. കാരണം ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇൻകം ആയതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തു. സോ മിഥുൻ ആൻഡ് കമ്പനിയെ ഡെബിറ്റും ചെയ്തു. ഓക്കെ ആണല്ലോ? അടുത്തൊരു ഐറ്റവും പറഞ്ഞിരിക്കുന്നത് ജേണൽ പ്രോപ്പറിൽ എൻ്റർ ചെയ്യണം. പർച്ചേസ്ഡ് സ്റ്റേഷനറി ഓൺ അക്കൗണ്ട് ഓഫ് നിസാൻ പേപ്പേഴ്സ്. സ്റ്റേഷനറി ക്രെഡിറ്റിന് വാങ്ങി. സ്റ്റേഷനറി ക്രെഡിറ്റിന് വാങ്ങുമ്പോൾ ക്യാഷ് ബുക്കിലും വരില്ല, പർച്ചേസ് ഡേ ബുക്കിലും വരില്ല. നമുക്ക് ജേണൽ പ്രോപ്പർ വഴിയെ എൻ്റർ ചെയ്യാം. സ്റ്റേഷനറി ഒരു എക്സ്പെൻസ് ആണ്, പ്രിന്റ് ചെയ്യാൻ സ്റ്റേഷനറി. അങ്ങനെയാണെങ്കിൽ ജേണൽ എൻട്രി സ്റ്റേഷനറി അക്കൗണ്ട് ഡേറ്റ ടു നിസാൻ പേപ്പേഴ്സ്. ജേണൽ പ്രോപ്പറിലാണ് അത് എൻ്റർ ചെയ്യേണ്ടത്. സ്റ്റേഷനറി അക്കൗണ്ട് ഡേറ്റ ടു നിസാൻ പേപ്പേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ജേണൽ പ്രോപ്പറിൽ എൻ്റർ ചെയ്തു. അപ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് അവിടെ കംപ്ലീറ്റ് ആയി. ഇനി ഒരു ഐറ്റം സെയിൽസ് ആണ്. സെയിൽസ് ഡേ ബുക്കിൽ എൻ്റർ ചെയ്യേണ്ട ഐറ്റമാണ്. സെയിൽസ് ടു സൂര്യ ആൻഡ് കമ്പനി 15 ലാമ്പും അതുപോലെ 10 ഹീറ്ററും 80 രൂപ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെയിൽസ് ഡേ ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് സെയിൽസ് ഡേ ബുക്കിൽ ആ ഒരു ട്രാൻസാക്ഷനും കൂടെ എൻ്റർ ചെയ്യാം. 15 ലാമ്പ് 100, 10 ഹീറ്റർ 80, ടോട്ടൽ എടുത്തു. ഡിസ്കൗണ്ട് ഒന്നുമില്ല, 2300 ഔട്ടർ കോളം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത ട്രാൻസാക്ഷൻ ഏതാണെന്ന് നോക്കാം. ഇനി കുറച്ച് ട്രാൻസാക്ഷൻ പറഞ്ഞിരിക്കുന്നത് ക്യാഷ് ബുക്കിൽ എൻ്റർ ചെയ്യേണ്ട ഒരു ട്രാൻസാക്ഷനാണ്. ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക്, കോൺട്രാ എൻട്രി ആണ് അല്ലേ? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ ടു ക്യാഷ് എന്ന് എൻ്റർ ചെയ്യണം. അപ്പോൾ ക്യാഷിൽ ബൈ ബാങ്ക് എന്ന് എൻ്റർ ചെയ്യണം. ഓക്കെ ആണല്ലോ? സി മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞു. അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ്. ഇതെന്ന് പറഞ്ഞാൽ ഡ്രോയിങ്സ് ആണ്. പ്രൊപ്രൈറ്റർ അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വിഡ്രോ ചെയ്യുന്ന തുകയാണ്. ഡ്രോയിങ്സ് ആണ്, പേയ്മെന്റ് ആണ്. നമ്മൾ പേയ്മെന്റ് സൈഡിലാണ് എഴുതേണ്ടത്. അതിൽ തന്നെ ഇനി ക്യാഷ് ബുക്കിലാണോ ബാങ്ക് ബുക്കിലാണോ നോക്കണം. ഇവിടെ ഒന്നും പറയുന്നില്ല, അപ്പോൾ ക്യാഷിലാണ്. സോ ബൈ ഡ്രോയിങ്സ് ക്യാഷ് അക്കൗണ്ടിലേക്ക് എൻ്റർ ചെയ്യുക. ക്യാഷ് അക്കൗണ്ട് മീൻസ് ക്യാഷ് അക്കൗണ്ട്. ഞാൻ ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ? യഥാർത്ഥത്തിൽ ഇത് ക്യാഷ് ബുക്കാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ ഡേ ബുക്ക്, ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ജേണലുമാണ് ലെഡ്ജറുമാണ്.
ജേണലായിട്ടും ലെഡ്ജറായിട്ടും ആക്ട് ചെയ്യുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത് ക്യാഷ് ബുക്ക്. അപ്പോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞാലും ബുക്ക് എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. രണ്ടിൻ്റെയും ജോലി ഇത് ഒരു സമയത്ത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് ടെലഫോൺ ബിൽ പെയ്ഡ് ബൈ ചെക്ക്. സോ ബാങ്ക് അക്കൗണ്ടിൽ ബൈ ടെലഫോൺ ബിൽ, ടെലഫോൺ എക്സ്പെൻസ് അല്ലെങ്കിൽ ടെലഫോൺ ചാർജ്. അടുത്തത് ഇൻഷുറൻസ് പെയ്ഡ് ബൈ ചെക്കാണ്. സോ അപ്പം ബാങ്ക് കോളത്തിലാണ് എൻ്റർ ചെയ്യേണ്ടത്, ബൈ ഇൻഷുറൻസ് ബാങ്ക് കോളത്തിൽ. ഓക്കെ ആണല്ലോ, അതും കഴിഞ്ഞു. അടുത്തത് പെയ്ഡ് ടു മഹേഷ് ആൻഡ് കമ്പനി 2450 ബൈ ചെക്ക്. മഹേഷ് ആൻഡ് കമ്പനിക്ക് 2450 രൂപ ബാങ്ക് ചെക്ക് ഉപയോഗിച്ചിട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പം ബൈ മഹേഷ് ആൻഡ് കമ്പനി എന്ന് പറഞ്ഞ് 30-ാം തീയതി ബാങ്ക് കോളത്തിൽ. എന്നാൽ തൊട്ടടുത്ത് പറയുന്നത്, അതിന് കൂടെ പറയുന്നത് 28,000 ടു ഇലക്ട്രോൺ കമ്പനി. ഇലക്ട്രോൺ കമ്പനിക്ക് 28,000 കൊടുത്തു, അവരൊരു 1250 രൂപ ഡിസ്കൗണ്ടും തന്നു. കൊടുത്തത് 28,000 രൂപയാണ്. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് സൈഡിൽ ബാങ്ക് കോളത്തിൽ 28,000 എൻ്റർ ചെയ്യാം. എന്നാൽ അതിനോടൊപ്പം ഡിസ്കൗണ്ടിൻ്റെ ജേണൽ എൻട്രി എഴുതണം. ഡിസ്കൗണ്ട് ഒരു ഇൻകമാണ്. ഡിസ്കൗണ്ട് നമുക്ക് കിട്ടി അല്ലേ? ഇലക്ട്രോൺ കമ്പനിക്ക് കൊടുക്കാനുള്ളവർക്ക് പൈസ കൊടുക്കുമ്പോൾ അവർ കുറച്ച് മതി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നാൽ, കുറച്ച് തന്നാൽ അത് നമുക്ക് ലാഭമാണ്. അപ്പോൾ ഇൻകമാണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇൻകമാണ്, ക്രെഡിറ്റ് ചെയ്യണം. സോ ഇലക്ട്രോ ആൻഡ് കമ്പനി അക്കൗണ്ട് ഡെറ്റർ ടു ഡിസ്കൗണ്ട് റിസീവ്ഡ്. അത് എവിടെ എൻ്റർ ചെയ്യേണ്ടതാ? ജേണൽ പ്രോപ്പറിലാണ് എൻ്റർ ചെയ്യേണ്ടത്. സോ ജേണൽ പ്രോപ്പർ എടുത്തിട്ട് എന്താണ്, ഇലക്ട്രോ ആൻഡ് കമ്പനി അക്കൗണ്ട് ഡെറ്റർ ടു ഡിസ്കൗണ്ട് റിസീവ്ഡ് 1280. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലെ എല്ലാ ഐറ്റവും നമ്മൾ കറക്റ്റ് ടിക്ക് ചെയ്ത് തന്നെ കവർ ചെയ്തു. ഒരു ഐറ്റം പോലും കവർ ചെയ്യാനില്ല എന്ന് മാത്രമല്ല, ഒരു കാരണവശാലും ക്വസ്റ്റ്യൻ നമുക്കിനി ആവശ്യമില്ല. ഇങ്ങനെ നിങ്ങൾ പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ക്വസ്റ്റ്യൻ്റെ ആവശ്യമില്ല. ക്വസ്റ്റ്യൻ മാറ്റി വെക്കുക. ഇനി കാൽക്കുലേറ്റർ എടുത്തിട്ട് നമ്മൾ ബാലൻസിലേക്ക് പോവുകയാണ്, ബാലൻസിങ് ചെയ്യാൻ പോവുകയാണ്. അതിലാദ്യം നമുക്ക് ക്യാഷ് ബുക്കാണ് ബാലൻസ് ചെയ്യേണ്ടത്. ക്യാഷ് ബുക്കിൻ്റെ ക്യാഷ് കോളമുണ്ട്, ബാങ്ക് കോളമുണ്ട്. എല്ലായ്പ്പോഴും ക്യാഷ് കോളത്തിൻ്റെ ഡെബിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ. ഒരിക്കലും ക്യാഷിന് നെഗറ്റീവ് ബാലൻസ് വരത്തില്ല. ഉള്ള പൈസ മാത്രമേ ചിലവാക്കാൻ പറ്റൂ, ഇല്ലാത്ത പൈസ ഒരിക്കലും ചിലവാക്കാൻ കഴിയില്ല. അതാണ് അതിൻ്റെ ലോജിക്ക്. സോ ക്യാഷിൻ്റെ ഡെബിറ്റ് സൈഡ് നമ്മൾ അതേ ടോട്ടൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. അതിൽ നിന്നും ഈ കിടക്കുന്ന എല്ലാം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ആൻസർ കിട്ടും. അത് ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ. ഓക്കെ, അതേപോലെ തന്നെ ബാങ്കിന് ചിലപ്പോൾ ഇപ്പോൾ ഓഡി ഫെസിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഡെബിറ്റും വരാം, ക്രെഡിറ്റും വരാം. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. ആദ്യം ഒരു റഫ് ടോട്ടൽ, ഈ സൈഡാണോ ടോട്ടൽ കൂടുതൽ, ഈ സൈഡാണോ ടോട്ടൽ എന്നുള്ള റഫ് ടോട്ടൽ നമ്മൾ എടുത്ത് നോക്കുക. എടുത്തിട്ട് ഈ സൈഡാണെങ്കിൽ അപ്പോൾ ഏത് സൈഡാണ് കൂടുതൽ? ഈ കേസിൽ ഇവിടെ ഡെബിറ്റ് സൈഡ് തന്നെയാണ് കൂടുതൽ. അതേ ടോട്ടൽ നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നു. അതിൽ നിന്ന് ഇതെല്ലാം കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ബാലൻസ് കിട്ടും. ഇത് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ആണ്. കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തെ ക്ലോസിംഗ് ആണ്. അത് നമ്മൾ അടുത്ത ഓപ്പണിംഗ് എഴുതുന്നു 1/5 അല്ലേ? ഫസ്റ്റ് മെയിലേക്ക് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എഴുതുന്നു. ഓക്കെ, അപ്പം അത് കഴിഞ്ഞു. ഫസ്റ്റ് മെയിലെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 4,655 രൂപ ക്യാഷിൻ്റെ ബാലൻസും 10,222 രൂപയാണ് ബാങ്കിൻ്റെ ബാലൻസും. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇനി നമുക്ക് ആവശ്യമില്ല, നമ്മളിനി ബാലൻസ് ചെയ്ത് താഴോട്ടാണ് പോകുന്നത്. അപ്പോൾ അത് ബാലൻസ് ചെയ്തു. അടുത്ത ഇനി എന്താണ്? പർച്ചേസ് ഡേ ബുക്കാണ്. പർച്ചേസ് ഡേ ബുക്ക് ജസ്റ്റ് ടോട്ടൽ ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അടുത്തത് നമുക്ക് പർച്ചേസ് റിട്ടേൺ ഡേ ബുക്ക് ജസ്റ്റ് ടോട്ടൽ ചെയ്യുക, വേറെ ഒന്നും ചെയ്യാനില്ല. അടുത്തത് നമുക്ക് സെയിൽസ് ഡേ ബുക്ക് ടോട്ടൽ ജസ്റ്റ് എടുക്കുക, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. അടുത്തത് സെയിൽസ് റിട്ടേൺ ഡേ ബുക്ക് ജസ്റ്റ് ടോട്ടൽ ചെയ്യുക, അതും കഴിഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞ് ജേണൽ പ്രോപ്പറിൽ സാധാരണ നമ്മൾ ടോട്ടലും ചെയ്യാറില്ല, പക്ഷേ ഡെബിറ്റും ക്രെഡിറ്റും ടാലി ആയിരിക്കണം. അങ്ങനെയാണല്ലോ നമ്മളെല്ലാം പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ബുക്സ് ഓഫ് പ്രൈം എൻട്രി, നമ്മൾ ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റും ബുക്സ് ഓഫ് പ്രൈം എൻട്രിയിലോട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഏതാണ്? സബ്സിഡിയറി ലെഡ്ജേഴ്സ് ആണ്, സ്പെഷ്യൽ ജേർണൽസ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കംപ്ലീറ്റ്. ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? ഈ ട്രാൻസാക്ഷൻ എല്ലാം നമുക്ക് ലെഡ്ജറിലേക്ക് മാറ്റണം. ആ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുമ്പോൾ 2 ലെഡ്ജറുകൾ വേണ്ട. ഏതൊക്കെയാണ്? ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും വേണ്ട, പക്ഷെ ബാക്കിയെല്ലാം വേണം. അപ്പോൾ നമുക്കിത് വലിയ പ്രോബ്ലമാണ്. ഒരുപാട് 10-25 ലെഡ്ജറുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വലിയ സ്ഥാപനങ്ങൾ, ഒരുപാട് ട്രാൻസാക്ഷൻ ലെഡ്ജറുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നതിന് ഒരു എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. നോർമലി നമ്മൾ ലെഡ്ജറിനെ തന്നെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് പർച്ചേസ് ലെഡ്ജർ എന്നും, സെയിൽസ് ലെഡ്ജർ എന്നും, ജനറൽ ലെഡ്ജർ എന്നുമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സെൽഫ് ബാലൻസിങ്, സെക്ഷണൽ ബാലൻസിങ് എന്നൊക്കെ പറഞ്ഞൊരു ചാപ്റ്റർ നമ്മൾ ഹയർ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. അവിടെ ഞാൻ കൂടുതൽ വിശദമായിട്ട് പറയാം. ഇപ്പോൾ തൽക്കാലം കൺഫ്യൂഷൻ ആക്കുന്നില്ല.
സിമ്പിളായിട്ട് പറയാം. പർച്ചേസ് ഡേ ബുക്ക് നമ്മുടെ കയ്യിലുണ്ടല്ലേ, പർച്ചേസ് നമ്മുടെ സപ്ലയറുമായി ബന്ധപ്പെട്ട് നമുക്ക് പർച്ചേസ് ഡേ ബുക്കും അതിൽ കുറച്ച് സപ്ലയേഴ്സ് ഉണ്ട്, നമുക്ക് സാധനം തരുന്ന നമ്മുടെ സപ്ലയേഴ്സ്, കൂടാതെ പർച്ചേസ് റിട്ടേൺ ഡേ ബുക്ക്, ഇവരെല്ലാം കൂടെ ചേർന്ന് നമ്മൾ ഇതിനകത്ത് വരുന്ന ലെഡ്ജറുകളെല്ലാം കൂടെ ചേർന്ന് ഒരു കാറ്റഗറി, അതിനെ നമുക്ക് പർച്ചേസ് ലെഡ്ജർ എന്ന് വിളിക്കാം. തൽക്കാലം നമുക്ക് ഏതൊക്കെ അക്കൗണ്ടുകൾ വരണം? പർച്ചേസ് ഡേ ബുക്കിന് പകരമായിട്ടൊരു പർച്ചേസ് അക്കൗണ്ട്, പർച്ചേസ് റിട്ടേൺ ഡേ ബുക്കിന് പകരമായിട്ടൊരു പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട്, കൂടാതെ എത്ര പാർട്ടികളുണ്ടെന്ന് നോക്കണം. മഹേഷ് 1, മിഥുൻ 2, ഇലക്ട്രോ 3, പിന്നെയും മിഥുനാണ്. അപ്പം നമുക്ക് 3 പാർട്ടികളും ഒരു പർച്ചേസ് അക്കൗണ്ടും ഒരു പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട്, അപ്പം 5 ലെഡ്ജറുകൾ അത് വേണം. അതിൽ വലുത് പർച്ചേസ് അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. അതുപോലെ സെയിൽസ് ലെഡ്ജർ എടുക്കുമ്പോൾ അവിടെ ഒരു സെയിൽസിൻ്റെ ഒരു അക്കൗണ്ട് വേണം, പിന്നെ സെയിൽസ് റിട്ടേൺ ഒരു അക്കൗണ്ട് വേണം. ഇനി എത്ര പാർട്ടികളുണ്ടെന്ന് നമുക്ക് നോക്കാം. നരൻ 1, സോണി 2, സൂര്യ 3, ലിയ 4, ബാക്കിയെല്ലാം റിപ്പീറ്റഡ് ആണ്. അപ്പം 4 പാർട്ടികളും, ഇവിടെയും നരൻ തന്നെയല്ലേ, 4 പാർട്ടികളും ഒരു സെയിൽസ് അക്കൗണ്ടും ഒരു സെയിൽസ് റിട്ടേൺ അക്കൗണ്ടും. ഇത്രയാണ് നമുക്ക് പ്രധാനമായും പർച്ചേസ് ലെഡ്ജറിലും സെയിൽസ് ലെഡ്ജറിലും പ്രിപ്പയർ ചെയ്യേണ്ടത്. ബാക്കി കുറേ ഐറ്റംസ് ഉണ്ടല്ലേ. ബാക്കിയുള്ള ലെഡ്ജറുകൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അത് നിങ്ങളുടെ ക്യാഷ് ബുക്കും നമ്മുടെ ജേണൽ പ്രോപ്പർ നോക്കിയിട്ട് ഈ ഐറ്റംസ് എസ് ട്രേഡേഴ്സിന് ഒരു ലെഡ്ജർ വേണം, ക്യാപിറ്റലിന് ഒരു വേണം, നമുക്ക് വേണമെങ്കിൽ ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് വരുന്ന അനുസരിച്ച് ലെഡ്ജർ പ്രിപ്പയർ ചെയ്ത് പോയാലും മതി. എല്ലാം കൂടെ പ്രിപ്പയർ ചെയ്യണോ നിർബന്ധമില്ല. എന്തായാലും മിനിമം നിങ്ങൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് മിനിമം തയ്യാറാക്കേണ്ടത് പർച്ചേസ് ലെഡ്ജറിൽ പർച്ചേസ് അക്കൗണ്ട്, പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട്, മഹേഷ് അക്കൗണ്ട്, മിഥുൻ അക്കൗണ്ട്, ഇലക്ട്രോ അക്കൗണ്ട്, ഇത്രയും സപ്ലയറാണ്, 3 സപ്ലയർമാർ. അതുപോലെ സെയിൽസ് ലെഡ്ജർ അക്കൗണ്ടിൽ സെയിൽസ് അക്കൗണ്ട്, സെയിൽസ് റിട്ടേൺ അക്കൗണ്ട്, പിന്നെ നരൻ, സോണി, സൂര്യ ആൻഡ് ലിയ, ഇത്രയും പേര് നമ്മൾ സെയിൽസ് ലെഡ്ജർ അക്കൗണ്ട്. ഇത്രയും ലെഡ്ജറുകൾ എന്തായാലും നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് നമുക്ക് വരികയാണെങ്കിൽ ഓരോന്നോരോന്ന് ഓപ്പൺ ചെയ്ത് പോകാം. ഞാൻ ഓൾറെഡി ഇത് പ്രിപ്പയർ ചെയ്തിട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. എങ്ങനെയാണ്? ആ ഐറ്റംസ് എല്ലാം കണ്ടുപിടിച്ച് ഏതൊക്കെയാണോ ലെഡ്ജർ വരുന്നതെന്നുള്ളത് എണ്ണം കൗണ്ട് എടുത്തിട്ട് നമ്മളിത് വരച്ചിടുക. എല്ലാത്തിലും 1-2 ട്രാൻസാക്ഷനേ ഉള്ളൂ, ഒരു 2-3-4 ലൈൻ വെച്ചിട്ട് വരച്ചിടുക. അങ്ങനെ വരച്ചിട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം. എന്തായാലും ഞാനിപ്പോൾ പറഞ്ഞത് പർച്ചേസിലുള്ളതും സെയിൽസിലുള്ളതുമായിട്ടുള്ള പാർട്ടി ലെഡ്ജറുകൾ മാത്രം തയ്യാറാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫസ്റ്റ് ഡേ ബുക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനിത് ടിക്ക് ചെയ്താണ് പോകുന്നത്. എനിക്കൊരിക്കലും തെറ്റരുത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ എടുക്കുന്നത് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ ക്യാഷ് അക്കൗണ്ടിൽ ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ക്യാഷ് എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എടുത്തിട്ട് ബൈ ക്യാഷ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ വരച്ചിട്ടില്ല. ഓക്കെ, നിങ്ങൾ ജനറൽ ലെഡ്ജറിൽ ആദ്യത്തെ അക്കൗണ്ട് വരയ്ക്കുന്നു, ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചിട്ട് അതിൽ ബൈ ക്യാഷ്. ഓക്കെ, നമ്മൾ വീണ്ടും ക്യാഷ് ബുക്കിലേക്ക് പോകുന്നു. ക്യാഷ് ബുക്കിൽ നമ്മൾ അടുത്ത കിടക്കുന്നത് ഒരു കോൺട്രാ എൻട്രിയാണ്. കോൺട്രാ എൻട്രി അതിൻ്റെ കറസ്പോണ്ടിങ് എഫക്റ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം കോൺട്രാ എൻട്രി നമുക്ക് ലെഡ്ജറിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ഐറ്റം SN ട്രേഡേഴ്സിൽ നിന്നും 25,000 രൂപ ലോൺ കിട്ടിയെന്ന് പറയും. ക്യാഷ് അക്കൗണ്ടിൽ ടു SN ട്രേഡേഴ്സിന് കിടന്നാൽ SN ട്രേഡേഴ്സിൽ എന്ത് വരും? ബൈ ക്യാഷ് എന്ന് പറയും. SN ട്രേഡേഴ്സ് നമ്മൾ വരച്ചിട്ടില്ല. അപ്പം നിങ്ങളൊരു SN ട്രേഡേഴ്സിൻ്റെ ഒരു ലെഡ്ജർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ബൈ ക്യാഷ് എന്ന് എൻ്റർ ചെയ്യുക. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും നമ്മൾ ക്യാഷ് അക്കൗണ്ടിലേക്ക് തന്നെ, ക്യാഷ് ബുക്കിലേക്ക് തന്നെ പോകുന്നു. അടുത്ത ഐറ്റം ഏതാ? അതൊരു കോൺട്രാ എൻട്രി ആണ് അല്ലേ. കോൺട്രാ എൻട്രി നമുക്ക് എൻ്റർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അങ്ങനെയാണെങ്കിൽ അടുത്തത് നരനാൻ കമ്പനിയാണ്. 21-ാം തീയതി നരനാൻ കമ്പനിക്ക് കൊടുത്തു എന്ന് പറഞ്ഞാണ് അടുത്ത കിടക്കുന്നത്. അങ്ങനെ അതെവിടെയാണ് കിടക്കുന്നത് നോക്കാം. ക്യാഷ് അക്കൗണ്ടിലാണ്. ക്യാഷ് അക്കൗണ്ടിൽ ടു നരൻ ആൻഡ് കമ്പനി 3700. അപ്പോൾ നമ്മൾ നരനാൻ കമ്പനി എനിക്ക് തോന്നുന്നു സെയിൽസ് ലെഡ്ജറിലുള്ള ആളാണ് നരനാൻ കമ്പനി. ഇതാണ്ട് നരനാൻ കമ്പനി അല്ലേ, നരനാൻ കമ്പനി. അപ്പം ക്യാഷ് ബുക്കിൽ ടു നരനാൻ കമ്പനി എന്ന് കിടന്നാൽ നരനാൻ കമ്പനിയിൽ അത് ബൈ ക്യാഷ് എന്ന് വരും. ഓക്കെ ആണ്. ഓക്കെ, നമ്മൾ വീണ്ടും ക്യാഷ് ബുക്കിലേക്ക് പോകുന്നു. അത് നമ്മൾ നരനാൻ കമ്പനി നമ്മൾ ടിക്ക് ചെയ്യുന്നു. അടുത്ത ഡേറ്റ് എന്ന് പറഞ്ഞാൽ കോൺട്രാ എൻട്രി ആണ്. ഇത് കോൺട്രാ എൻട്രി ആണ്, നമുക്ക് ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് സെയിൽസ് അക്കൗണ്ടിൽ അല്ലേ, ക്യാഷ് അക്കൗണ്ടിൽ ടു സെയിൽസ് എന്ന് കിടന്നാൽ സെയിൽസ് അക്കൗണ്ടിൽ ബൈ ക്യാഷ് എന്ന് വരണം. അപ്പോൾ സെയിൽസ് ബുക്കല്ല, സെയിൽസ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ സെയിൽസ് അക്കൗണ്ടിലേക്ക് പോകുന്നു. സെയിൽസ് അക്കൗണ്ട് എടുത്തിട്ട് ബൈ ക്യാഷ് 14,500. സെയിൽസ് അക്കൗണ്ടിലാണ്, സെയിൽസ് ബുക്കിലല്ല. ഓക്കെ, അത് കഴിഞ്ഞു.
അടുത്ത നമ്മുടെ ക്യാഷ് ബുക്ക് നോക്കുന്നു. ക്യാഷ് ബുക്കിനകത്ത് ഇനി ഒരു കോൺട്രാ എൻട്രിയും കൂടെ ഉള്ളു. അപ്പം ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡ് ഇത്ര ഐറ്റമേ ഉള്ളൂ പോസ്റ്റ് ചെയ്യാനുള്ളത്. കോൺട്രാ എൻട്രി ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡിലുള്ള ഐറ്റം. ആദ്യത്തേത് കോൺട്രാ എൻട്രിയാണ് വേണ്ട. രണ്ടാമത്തതും മൂന്നാമത്തതും നമുക്ക് രണ്ടും ഒന്നിച്ചങ്ങ് കമ്പൈൻഡ് ആയിട്ട് എടുക്കുക. എന്താണ്? ഫർണിച്ചറും ലാൻഡുമാണ് അല്ലേ. ക്യാഷ് അക്കൗണ്ടിൽ ബൈ ഫർണിച്ചർ ബൈ ലാൻഡ് എന്ന് കിടന്നാൽ ഫർണിച്ചർ അക്കൗണ്ടിൽ ടു ക്യാഷ് ടു ലാൻഡ് എന്ന് പറഞ്ഞു. ഫർണിച്ചർ അക്കൗണ്ടിൽ ടു ക്യാഷും ലാൻഡ് അക്കൗണ്ടിൽ ടു ക്യാഷ് എന്ന് പറഞ്ഞു. 6000 42,000. അപ്പോൾ നമ്മൾ എക്സ്ട്രാ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഫർണിച്ചർ അക്കൗണ്ട്, ലാൻഡ് അക്കൗണ്ട് എന്ന രണ്ട് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തിട്ട് ഫർണിച്ചർ അക്കൗണ്ടിൽ ടു ക്യാഷ് എന്ന് എൻ്റർ ചെയ്യണം. അതുപോലെ ലാൻഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ലാൻഡ് അക്കൗണ്ടിൽ ടു ക്യാഷ് എന്ന് എൻ്റർ ചെയ്യണം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. ഇവിടെ ക്യാഷ് ബുക്കിൽ ബൈ ഫർണിച്ചർ ബൈ ലാൻഡ് എന്ന് കിടന്നാൽ ഫർണിച്ചർ അക്കൗണ്ടിൽ ടു ക്യാഷ്, ലാൻഡ് അക്കൗണ്ടിൽ ടു ക്യാഷ് അങ്ങനെ പറഞ്ഞു. അതും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത നമ്മളുടെ ട്രാൻസാക്ഷൻ ഒരു പർച്ചേസ് ആണ്, ക്യാഷ് പർച്ചേസ് ആണ് അല്ലേ. ബാങ്ക് അക്കൗണ്ടിൽ ബൈ പർച്ചേസ് എന്ന് കിടന്നാൽ പർച്ചേസ് അക്കൗണ്ടിൽ ടു ബാങ്ക് എന്ന് പറഞ്ഞു. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് എടുത്തിട്ട് ടു ബാങ്ക് എന്ന് പോസ്റ്റ് ചെയ്യണം. പർച്ചേസ് അക്കൗണ്ടിൽ ടു ബാങ്ക്, പർച്ചേസ് അക്കൗണ്ടിൽ ടു ബാങ്ക്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. അടുത്ത നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ക്യാഷ് അക്കൗണ്ടിൽ ബൈ സ്റ്റേഷനറി എന്നൊരു 2300 ഉണ്ട്. ക്യാഷ് അക്കൗണ്ടിൽ ബൈ ക്യാരിയേജ് ആൻഡ് കട്ടേജ് എന്ന് പറഞ്ഞ് 100 ഉണ്ട്. അപ്പം നമ്മൾ സ്റ്റേഷനറിക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, ക്യാരിയേജിന് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് ഈ രണ്ടും ഞാൻ ഒന്നിച്ച് പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. സ്റ്റേഷനറി അക്കൗണ്ടിൽ ടു ക്യാഷ്, ക്യാരിയേജ് അക്കൗണ്ടിൽ ടു ക്യാഷ്. 2300 100. അപ്പോൾ രണ്ട് അക്കൗണ്ടുകളാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്, സ്റ്റേഷനറി അക്കൗണ്ടും ക്യാരിയേജ് അക്കൗണ്ടും അല്ലേ. സ്റ്റേഷനറി അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ടു ക്യാഷ് എന്ന് എൻ്റർ ചെയ്യണം. ക്യാരിയേജ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ടു ക്യാഷ് എന്ന് എൻ്റർ ചെയ്യണം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഡേ ബുക്കിലേക്ക് വരുന്നു. ഡേ ബുക്കിൽ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് കോൺട്രാ എൻട്രി ആണ്. 25,000. അത് എടുക്കേണ്ട ആവശ്യമില്ല. അടുത്തത് റെൻ്റാണ്. റെൻറ്റ് പെയ്ഡ് ബൈ ചെക്ക്. അപ്പോൾ റെൻ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ആ റെൻ്റ് അക്കൗണ്ടിൽ ടു ബാങ്ക് എന്ന് എൻ്റർ ചെയ്യണം. കാരണം ബാങ്കിലാണ് ബൈ റെൻ്റ് നടക്കുന്നത്. റെൻറ്റിൽ ടു ബാങ്ക് എന്ന് എൻ്റർ ചെയ്യണം. റെൻ്റ് അക്കൗണ്ടിൽ ടു ബാങ്ക് എന്ന് എൻ്റർ ചെയ്യണം. റെൻ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അവിടെ ടു ബാങ്ക് എന്ന് എൻ്റർ ചെയ്യണം. ഓക്കെ ആണല്ലോ? റെൻ്റ് അക്കൗണ്ടിൽ നമ്മളുടെ ഡെബിറ്റ് സൈഡിൽ ടു ബാങ്ക് എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അടുത്ത ട്രാൻസാക്ഷൻ കിടക്കുന്നത് പർച്ചേസ് ആണ്, ക്യാഷ് പർച്ചേസ് ആണ്. പർച്ചേസ് അക്കൗണ്ടിൽ എന്ത് എൻ്റർ ചെയ്യണം? പർച്ചേസ് അക്കൗണ്ടിൽ ഇത് ക്യാഷ് പർച്ചേസ് ആണ്. പർച്ചേസ് അക്കൗണ്ടിൽ ടു ക്യാഷ് എന്ന് എൻ്റർ ചെയ്യണം. 225. അതുകൂടാതെ അഡ്വർടൈസ്മെന്റ് അക്കൗണ്ടിൽ ടു ക്യാഷ് എന്ന് എഴുതണം. 1200. ആ രണ്ടായിട്ട് നമുക്ക് ഒന്നിച്ച് പോസ്റ്റ് ചെയ്യാം. പർച്ചേസ് അക്കൗണ്ടിലും അഡ്വർടൈസ്മെന്റ് അക്കൗണ്ടിലും ടു ക്യാഷ് 225 1200. പർച്ചേസ് അക്കൗണ്ടിലും അഡ്വർടൈസ്മെന്റ് അക്കൗണ്ടിലുമാണ് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. പർച്ചേസ് അക്കൗണ്ടിൽ ഒരു 225 ടു ക്യാഷ് എൻ്റർ ചെയ്തു. അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞ അക്കൗണ്ട് നമ്മൾ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല. പുതുതായിട്ട് ഒരു അഡ്വർടൈസ്മെന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അവിടെ ടു ക്യാഷ് എന്ന് പറഞ്ഞ് 1200 എൻ്റർ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് 1200 എൻ്റർ ചെയ്യുക. ഓക്കെ ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും ഡേ ബുക്കിലേക്ക് പോകുന്നു. ഡേ ബുക്കിൽ അടുത്ത ഐറ്റം കിടക്കുന്നത് കോൺട്രാ എൻട്രി ആണ്. അത് പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മൾ കവർ ചെയ്തതാണ്. എന്നാൽ അടുത്തതൊരു ക്യാഷ് പർച്ചേസ് ആണ് കിടക്കുന്നത് അല്ലേ. അതായത് ക്യാഷ് അക്കൗണ്ടിൽ ക്യാഷ് ബുക്കിൽ ബൈ പർച്ചേസ് എന്ന് പറഞ്ഞാൽ പർച്ചേസസ് അക്കൗണ്ടിൽ ടു ക്യാഷ്. അതുപോലെ ഇലക്ട്രിസിറ്റി അക്കൗണ്ടിലും ഒരു 1320 ടു ക്യാഷ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഒന്നിച്ച് പോസ്റ്റ് ചെയ്യാം. ഏതൊക്കെ അക്കൗണ്ടിലാണ്? പർച്ചേസ് അക്കൗണ്ടിൽ ടു ക്യാഷ്, ഇലക്ട്രിസിറ്റി അക്കൗണ്ടിൽ ടു ക്യാഷ്. 3700 1320. പർച്ചേസ് അക്കൗണ്ടിൽ ടു ക്യാഷ് 3700 ആണ് ഞാൻ പോസ്റ്റ് ചെയ്തു. പർച്ചേസ് അക്കൗണ്ടിൽ ടു ക്യാഷ് 3700. അടുത്തത് ഇലക്ട്രിസിറ്റി അക്കൗണ്ടിൽ ടു ക്യാഷ്, അതാണ് പോസ്റ്റ് ചെയ്യാനുള്ളത്. ഇലക്ട്രിസിറ്റി അക്കൗണ്ടിൽ 1320 ടു ക്യാഷ്. ഓക്കെ ആണല്ലോ? അതും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും എവിടേക്ക് വരുന്നു? ഡേ ബുക്കിലേക്ക് വരുന്നു. ഡേ ബുക്കിൽ മിഥുൻ ആൻഡ് കമ്പനിക്ക് 7728 രൂപ കൊടുത്തു എന്നാണ് പറയുന്നത്. അത് ചെക്ക് ഉപയോഗിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെയായിരിക്കും? മിഥുൻ ആൻഡ് കമ്പനി അക്കൗണ്ട് ഡെറ്റ് ടു ബാങ്ക് ആണ്. അപ്പോൾ മിഥുൻ ആൻഡ് കമ്പനിയിൽ ടു ബാങ്ക്, മിഥുൻ ആൻഡ് കമ്പനിയിൽ ടു ബാങ്ക്. മിഥുൻ ആൻഡ് കമ്പനി നമ്മുടെ സപ്ലയർ ആണ് കേട്ടോ. മിഥുൻ ആൻഡ് കമ്പനി എടുത്തിട്ട് ടു ബാങ്ക് എന്ന് എൻ്റർ ചെയ്യുക. മിഥുൻ ആൻഡ് കമ്പനിയിൽ ടു ബാങ്ക് 7728. അതും കഴിഞ്ഞു. അടുത്ത നമ്മൾ ഡേ ബുക്കിനകത്ത് ഇനി എൻ്റർ ചെയ്യാനുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാ എൻട്രി ആണ്. അത് നമുക്ക് എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി കവേർഡ് ആണ്. അടുത്തത് ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ക്യാഷ് അക്കൗണ്ടിലാണ് ബൈ ഡ്രോയിങ്സ് നടക്കുന്നത്. അപ്പം ഡ്രോയിങ്സ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അവിടെ ടു ക്യാഷ് എന്ന് എൻ്റർ ചെയ്യണം. ഡ്രോയിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ലെഡ്ജർ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അവിടെ ടു ക്യാഷ് എന്ന് എഴുതണം. ഇതാണ് നമ്മൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, അതിൽ ടു ക്യാഷ് എന്ന് എൻ്റർ ചെയ്യുക. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്.
അടുത്ത നമ്മൾ വീണ്ടും മുകളിലേക്ക് പോകുന്നു, ക്യാഷ് ബുക്കിലേക്ക് പോകുന്നു. ഇത് നമ്മൾ ടിക്ക് ചെയ്യുന്നു. ടെലഫോൺ അക്കൗണ്ടിൽ 2700. അപ്പം ടെലഫോൺ അക്കൗണ്ടിൽ ടു ബാങ്ക്, ഇത് ബാങ്ക് കോളമാണ്. ടെലഫോൺ അക്കൗണ്ടിൽ ടു ബാങ്ക് 2700, ഇൻഷുറൻസ് അക്കൗണ്ടിൽ ടു ബാങ്ക് 1600, മഹേഷ് അക്കൗണ്ടിൽ ടു ബാങ്ക് 2400, ഇലക്ട്രോ അക്കൗണ്ടിൽ ടു ബാങ്ക് 2000. ഈ 4 അക്കൗണ്ടുകൾ നമ്മൾ ഒന്നിച്ച് പോസ്റ്റ് ചെയ്യാൻ പോവാണ്. 4 അക്കൗണ്ടുകളിൽ നിന്ന് എല്ലാം ടു ബാങ്ക് ആണ്. 2700, 1600, 2450, 28000. ടെലഫോൺ ചാർജ്, ഇൻഷുറൻസ്, മഹേഷ്, ഇലക്ട്രോ. അപ്പോൾ ടെലഫോൺ ചാർജ്, ഇൻഷുറൻസ്, മഹേഷ്, ഇലക്ട്രോ. ടെലഫോൺ ചാർജ് തന്നെ നമുക്ക് ആദ്യം എടുക്കാം. ടെലഫോൺ ചാർജ് പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് 2700 ടു ബാങ്ക് എൻ്റർ ചെയ്യുന്നു. അടുത്തത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ അക്കൗണ്ട് എടുത്തിട്ട് ടു ബാങ്ക് 1600 എൻ്റർ ചെയ്യുന്നു. ഇനി വരാനുള്ളത് മഹേഷ് ആണ് അല്ലേ, മഹേഷും ഇലക്ട്രോ. മഹേഷിലും ഇലക്ട്രോയിലും, മഹേഷ് നമ്മുടെ പാർട്ടിയാണ്. മഹേഷ് അക്കൗണ്ടിൽ ടു ബാങ്ക് 2450, ഇലക്ട്രോ എന്ന് പറയുന്ന അക്കൗണ്ടിൽ 28,000. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ക്യാഷ് ബുക്കിൻ്റെ ഓൾമോസ്റ്റ് എല്ലാം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു, എല്ലാം ടിക്ക് ചെയ്ത് കോൺട്രാ എൻട്രി ഒഴികെ ബാക്കി എല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. ഓക്കെ ആണ്. ഇനി നമ്മൾ ഈ ഡേ ബുക്കിൽ നിന്നും നമുക്ക് എടുക്കാനുള്ള 2 ഐറ്റം വേണ്ടി ഇതാണ്. എന്താണ്? നമ്മുടെ ക്യാഷിൻ്റെ ബാലൻസ് ആണ്. അത് ഞാൻ ഇവിടെ നിന്ന് റെഡ് മാർക്ക് ചെയ്തിടുന്നു. കാരണം ഇത് നമ്മൾ ട്രയൽ ബാലൻസിൽ എടുക്കേണ്ട ഐറ്റമാണ്. അതുകൊണ്ട് നമുക്ക് ലെഡ്ജറിലേക്ക് എടുത്തിട്ട് കാര്യമില്ല. അപ്പം ക്യാഷിൻ്റെ ബാലൻസ് ട്രയൽ ബാലൻസിൽ എടുക്കണം. അത് മാത്രമേ നമുക്ക് ഈ ക്യാഷ് അക്കൗണ്ടിൽ നിന്ന്, ക്യാഷ് ബുക്കിൽ നിന്ന് എടുക്കാനുള്ളൂ. ബാക്കി ക്വസ്റ്റ്യൻ ഒന്നും നമുക്കിനി ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പർച്ചേസ് ഡേ ബുക്കിലെ ഐറ്റംസ് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോവാണ്. എങ്ങോട്ടാണ്? ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാൻ പോവാണ്. അവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, പർച്ചേസ് ഡേ ബുക്കിൻ്റെ ടോട്ടൽ, അതായത് 40,410 എന്ന് പറയുന്ന ടോട്ടൽ നമ്മൾ മന്ത്ലിയാണ് എങ്ങോട്ട് മാറ്റുന്നത്? പർച്ചേസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നത്. പക്ഷെ ക്യാഷ് ബുക്കിൽ വരുന്ന പർച്ചേസ് അത് 1 by 1 ആയിട്ടാണ് നമ്മൾ പർച്ചേസ് അക്കൗണ്ടിൽ മാറ്റുന്നത്. പക്ഷേ പർച്ചേസ് ഡേ ബുക്കിൻ്റെ ടോട്ടൽ മന്ത്ലിയാണ് ക്യാഷ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നത്. പക്ഷേ അതിനകത്ത് വരുന്ന പാർട്ടികളുണ്ടല്ലോ, ഈ ഓരോ പാർട്ടികൾക്കും നമുക്ക് അക്കൗണ്ട് ഉണ്ട്. അവരുടെ ട്രാൻസാക്ഷൻ 1 by 1 ആയിട്ട് നമ്മൾ അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റണം. അങ്ങനെയാണെങ്കിൽ ആദ്യം ഏപ്രിൽ 4-ാം തീയതി 2,450 രൂപയ്ക്ക് മഹേഷിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തു. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ജേണൽ എൻട്രി? പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു മഹേഷ് എന്നാണ് അല്ലേ. അപ്പം പർച്ചേസ് അക്കൗണ്ടിൽ ടു മഹേഷ് എന്ന് വന്നാൽ മഹേഷ് അക്കൗണ്ടിൽ എന്ത് പറയണം? പർച്ചേസ് അക്കൗണ്ട് എന്ന്, പർച്ചേസ് എന്ന് പറഞ്ഞ് പറയണം. അപ്പം മഹേഷ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ബൈ പർച്ചേസസ് എന്നാണ് വരുന്നത് 2,450. മഹേഷ് അക്കൗണ്ട് നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. മഹേഷ് അക്കൗണ്ടിൽ ബൈ പർച്ചേസസ് 2,450. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്തത് എന്തായിരിക്കും? മഹേഷ് കഴിഞ്ഞാൽ രണ്ടാമത് വരുന്നതായിട്ട് ആരാണ് പാർട്ടി? മിഥുനാണ്. മിഥുൻ അക്കൗണ്ടിൽ ബൈ പർച്ചേസ് 6,400. മിഥുൻ അക്കൗണ്ടിൽ ബൈ പർച്ചേസ് 6,400. മിഥുൻ അക്കൗണ്ടിൽ ബൈ പർച്ചേസ് 6,400. അപ്പോൾ അടുത്ത വീണ്ടും മൂന്നാമത് എന്താണ്? മൂന്നാമത് കിടക്കുന്നത് ഇലക്ട്രോ അക്കൗണ്ട് ആണ് അല്ലേ. ഇലക്ട്രോ അക്കൗണ്ടിൽ വീണ്ടും ബൈ പർച്ചേസസ് 29,250. ഇലക്ട്രോ അക്കൗണ്ട്, ഇലക്ട്രോ എന്ന് പറയുന്ന കമ്പനിയിൽ ബൈ പർച്ചേസ്, എല്ലാം ബൈ പർച്ചേസ് എന്നായിരിക്കും ആ പാർട്ടി അക്കൗണ്ടിൽ വരുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ഉണ്ട് പർച്ചേസ്, ഒരു 2 പർച്ചേസും കൂടെ ഉണ്ട്. അതെന്താണ് കിടക്കുന്നത്? ഒരു പർച്ചേസും കൂടെ ഉണ്ട്. വീണ്ടും മിഥുനാൻ കമ്പനിയിൽ 2,280. വീണ്ടും മിഥുനാൻ കമ്പനിയിൽ ബൈ പർച്ചേസസ്, മിഥുൻ ആൻഡ് കമ്പനിയിൽ ബൈ പർച്ചേസസ് 2,280 എൻട്രി കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പോൾ പർച്ചേസ് ഡേ ബുക്കിലെ ഇൻഡിവിജ്വൽ ഐറ്റംസ് എല്ലാം പാർട്ടി അക്കൗണ്ടിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പോസ്റ്റ് ചെയ്യാനുള്ളത്, പർച്ചേസ് അക്കൗണ്ടിൽ നിന്നും പോസ്റ്റ് ചെയ്യാനുള്ളത് ഒരേ ഒരു ഐറ്റമേ ഉള്ളൂ. ഈ ഇൻഡിവിജ്വൽ ഐറ്റംസ് എല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു പാർട്ടി അക്കൗണ്ടിൽ ബൈ പർച്ചേസ്. അങ്ങനെയാണെങ്കിൽ ഈ കിടക്കുന്ന 40,000 ഇതിനെല്ലാം കൂടെ ചേർത്ത് 40,410 ഒരിടത്ത് പോസ്റ്റ് ചെയ്യണം. എവിടെയാണ്? ടു സൺട്രീസ്. മൊത്തത്തിൽ എല്ലാം കൂടെ ചേർത്ത് പർച്ചേസസ് അക്കൗണ്ടിൽ മന്ത് എൻഡിലാണ് അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പം ഒരുപാട് ട്രാൻസാക്ഷൻ, ആയിരക്കണക്കിന് ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു മാസം അവസാനം വരുമ്പോൾ ഒരു എൻട്രിയാണ് പർച്ചേസ് ഡേ ബുക്കിന് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 12 മാസം 12 എൻട്രി വരത്തുള്ളൂ. മെയിൻ ക്യാഷ്യർ ജനറൽ ലെഡ്ജറിൽ കുറച്ച് എൻട്രി വരത്തുള്ളൂ. ബാക്കിയെല്ലാം ഡേ ബുക്കിൽ എൻട്രി ചെയ്ത് ക്ലോസ് ചെയ്യാണ് പതിവ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പർച്ചേസസ് അക്കൗണ്ട് എടുത്തിട്ട് ടു സൺട്രീസ് മൊത്തത്തിൽ 40,410 എന്ന് എൻ്റർ ചെയ്യും. കഴിഞ്ഞു. ഇനി പർച്ചേസ് ഡേ ബുക്കിൽ നിന്ന് ഒരു ഐറ്റവും നമ്മൾ എങ്ങും എടുക്കാനില്ല. പർച്ചേസ് ഡേ ബുക്ക് പൂർണ്ണമായിട്ടും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു.
ഓക്കെ, അങ്ങനെയെങ്കിൽ പർച്ചേസ് റിട്ടേൺ ഡേ ബുക്കിലേക്ക് വരാം. ഒരാളാണ് റിട്ടേൺ, മിഥുൻ ആൻഡ് കമ്പനിയാണ് നമ്മൾ റിട്ടേൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത്, മിഥുൻ ആൻഡ് കമ്പനിക്കാണ്. അപ്പം മിഥുൻ ആൻഡ് പർച്ചേസ് ചെയ്യുമ്പോൾ മിഥുൻ ആൻഡ് കമ്പനിയിൽ ബൈ പർച്ചേസ് എന്നാണ് നമ്മൾ എൻട്രി ചെയ്ത്. അങ്ങനെയാണെങ്കിൽ പർച്ചേസ് റിട്ടേൺ വരുമ്പോൾ മിഥുൻ ആൻഡ് കമ്പനിയിൽ ടു പർച്ചേസ് റിട്ടേൺ, മിഥുൻ ആൻഡ് കമ്പനിയിൽ ടു പർച്ചേസ് റിട്ടേൺ, മിഥുൻ ആൻഡ് കമ്പനിയിൽ ടു പർച്ചേസ് റിട്ടേൺ, ആ ട്രാൻസാക്ഷൻ നമ്മൾ എൻട്രി ചെയ്തു. ഓക്കെ ആണല്ലോ. ഇനി പർച്ചേസ് റിട്ടേൺ അക്കൗണ്ടിലേക്ക് ആ പർച്ചേസ് റിട്ടേൺ ഡേ ബുക്കിന്റെ ടോട്ടൽ ട്രാൻസ്ഫർ ചെയ്യണം. 632 രൂപ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നമ്മളിവിടെ ഒരു കാര്യം മറന്നുപോയി, നമ്മൾ ടിക്ക് ചെയ്ത് വന്നുകൊണ്ടിരുന്നതാണ്. ഇന്ന് നമുക്ക് 632 പോസ്റ്റ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഇവിടെ ഇത് നമ്മൾ പോസ്റ്റ് ചെയ്തു, ഇത് നമ്മൾ പോസ്റ്റ് ചെയ്തു. ഒരു കാരണവശാലും ടിക്ക് ചെയ്യാൻ മറക്കില്ല. നിങ്ങൾ പെൻസിൽ വെച്ചെങ്കിലും എന്ത് ചെയ്യണം, ടിക്ക് ചെയ്ത് പോകണം. ഇല്ലെങ്കിൽ നമ്മൾ ഏതെടുത്തു ഏതെടുത്തില്ല നമ്മൾ ഇവിടെ എല്ലാം നമ്മൾ കവർ ചെയ്തല്ലേ വന്നത്, ടിക്ക് ചെയ്തിട്ടാണ് വന്നത്. ഇത് നമ്മൾ ടിക്ക് ചെയ്തില്ല, കാരണം എടുത്തില്ല, എടുക്കാനുള്ളതാണ്. അപ്പോൾ ഇനി അടുത്ത ഐറ്റം ഈ 632 പോസ്റ്റ് ചെയ്യണം. എവിടെയായിരിക്കും പോസ്റ്റ് ചെയ്യേണ്ടത്? പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് അല്ലെ, പർച്ചേസ് റിട്ടേൺ അക്കൗണ്ടിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. പർച്ചേസ് അക്കൗണ്ടിൽ പർച്ചേസ് ഡേ ബുക്കിന്റെ ടോട്ടൽ ഡെബിറ്റ് സെയിൽ ടു സൺട്രീസ് എന്ന് വരുന്നാൽ പർച്ചേസ് റിട്ടേൺ അക്കൗണ്ടിൽ ബൈ സൺട്രീസ് എന്ന് പറഞ്ഞ് ടോട്ടൽ എൻട്രി ചെയ്യാം. ഓക്കെ ആണല്ലോ. ഓക്കെയാണ്. അപ്പോൾ നമ്മൾ പർച്ചേസ് ഡേ ബുക്കും പർച്ചേസ് റിട്ടേൺ ഡേ ബുക്കും ടോട്ടലി പോസ്റ്റിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് സെയിൽസ് ഡേ ബുക്കാണ് വരുന്നത്. സെയിൽസ് ഡേ ബുക്കിൽ നരനാൻ കമ്പനിക്കാണ് ആദ്യം വിറ്റത്. നരനാൻ കമ്പനിക്ക് സെയിൽസ് ഡേ ബുക്കിൽ നമ്മൾ ആദ്യം വിറ്റു 1740. അപ്പം നമുക്ക് ആ നരനാൻ കമ്പനിക്ക് ക്രെഡിറ്റിന് വിൽക്കുമ്പോൾ ഒരു ജേണൽ എൻട്രി ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. നരനാൻ കമ്പനി അക്കൗണ്ട് ഡാറ്റ് സെയിൽസ്, നരനാൻ കമ്പനിയിൽ അപ്പോൾ 2 സെയിൽസ് എന്ന് വരും. നരനാൻ കമ്പനിയിൽ 2 സെയിൽസ് എന്ന് വരും. നമ്മുടെ പാർട്ടിയാണ് നരനാൻ കമ്പനി എന്ന് പറയുന്ന വ്യക്തി. നരനാൻ കമ്പനിയിൽ 2 സെയിൽസ് 1740. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നരനാൻ കമ്പനിയുടെ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്ത് അടുത്ത രണ്ടാമത്തെ എന്താണ്? സോണി ട്രേഡേഴ്സിൽ 2 സെയിൽസ് എന്ന് വരും 1470. സോണി ട്രേഡേഴ്സിൽ 2 സെയിൽസ് എന്ന് വരും. സോണി ട്രേഡേഴ്സിൽ 2 സെയിൽസ് 1470. അതും കഴിഞ്ഞു. അടുത്തത് വരുന്നത് സൂര്യ ആൻഡ് കമ്പനിയിൽ 2 സെയിൽസ് എന്ന് വരും. സൂര്യ ആൻഡ് കമ്പനിയിൽ 2 സെയിൽസ് എന്ന് വരും. സൂര്യ ആൻഡ് കമ്പനിയിൽ സെയിൽസ് എന്ന് വരും 1300. ഓക്കെ, അടുത്ത നമ്മൾ വരുന്നത് അടുത്തത് നരനാൻ കമ്പനിയിൽ തന്നെ വീണ്ടും 2 സെയിൽസ് എന്ന് വരും 2400. നരനാൻ കമ്പനിയിൽ 2 സെയിൽസ് 2400. നരനാൻ കമ്പനിയിൽ 2 സെയിൽസ് 2400. ഓക്കെ ആണല്ലോ. ഓക്കെ ആണ്. അടുത്ത നമ്മൾ എടുക്കുന്നത് ലിയ ട്രേഡേഴ്സിൽ 2 സെയിൽസ് എന്ന് വരും 1200. ലിയ ട്രേഡേഴ്സിൽ 2 സെയിൽസ് 1200. ലിയ ട്രേഡേഴ്സിൽ 2 സെയിൽസ് 1200. അടുത്ത നമ്മൾ എടുക്കുന്നത് സെയിൽസ് ഡേ ബുക്കിൽ നിന്ന് ഒരു ഐറ്റം കൂടെ ഉള്ളൂ. അതെന്ന് പറയുന്നത് സൂര്യ ആൻഡ് കമ്പനിയിൽ 2 സെയിൽസ് എന്ന് എഴുതണം 2300. സൂര്യ ആൻഡ് കമ്പനിയിൽ 2 സെയിൽസ് 2300. ഓൾറെഡി സൂര്യയ്ക്ക് നമ്മൾ നേരത്തെ സെയിൽ നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതോടുകൂടി സെയിൽസ് ഡേ ബുക്കിലെ എല്ലാ ഐറ്റവും ഇൻഡിവിജ്വലായിട്ട് അതാത് പാർട്ടി ലെഡ്ജറിൽ നമ്മുടെ കസ്റ്റമറുടെ ലെഡ്ജറിൽ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ ടോട്ടലാണ്. ഈ ടോട്ടൽ നമ്മൾ എങ്ങോട്ടാണ് മാറ്റേണ്ടത്? ടോട്ടൽ സെയിൽസ് ഡേ ബുക്കിൻ്റെ ടോട്ടൽ പീരിയോഡിക്കലായിട്ട് നമ്മൾ സെയിൽസ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ 10450 സെയിൽസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നമുക്ക് സെയിൽസ് അക്കൗണ്ട് നോക്കാം. സെയിൽസ് അക്കൗണ്ടിൽ ക്യാഷ് സെയിൽസ് വന്നിട്ടുണ്ട്, അതാണ്ട് ക്രെഡിറ്റ് സൈഡിലാണ്. അത് 1 by 1 ആയിട്ട് ഡേറ്റ് വൈസ് വരും. എന്നാൽ ക്രെഡിറ്റ് സെയിൽസ് ടോട്ടലി ഒരു പ്രാവശ്യം, മന്ത്ലി ഒരു പ്രാവശ്യമാണ് വരുന്നത് ബൈ സൺട്രീസ്. ടോട്ടൽ സൺഡേ എല്ലാം കൂടെ ചേർത്ത് 10410. 30th ഏപ്രിലാണ് ആ ഒരു ട്രാൻസാക്ഷൻ വരുന്നത്. ഇതോടുകൂടി നമ്മൾ സെയിൽസ് ഡേ ബുക്കിലെ ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷനും ടോട്ടലും ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ഐറ്റം ഉള്ളത് സെയിൽസ് റിട്ടേൺ ഡേ ബുക്കാണ്. സെയിൽസ് റിട്ടേൺ ഡേ ബുക്കിൽ നരനാൻ കമ്പനിക്കാണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത് 440 രൂപ. അങ്ങനെയാണെങ്കിൽ നരനാൻ കമ്പനി എടുത്തിട്ട്, നരനാൻ കമ്പനി നമ്മുടെ ഒരു കസ്റ്റമറാണ്. നരനാൻ കമ്പനിയിൽ സെയിൽ നടക്കുമ്പോൾ 2 സെയിൽസ് എന്ന് എഴുതും. അപ്പോൾ സെയിൽസ് റിട്ടേൺ ആകുമ്പോൾ എന്ത് വരും? ബൈ സെയിൽസ് റിട്ടേൺ വരും. ഓപ്പോസിറ്റ് ആയിട്ട് വരും. ബൈ സെയിൽസ് റിട്ടേൺ 440. അത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനി സെയിൽസ് റിട്ടേൺ ഡേ ബുക്കിന്റെ ടോട്ടൽ, കാരണം ഒരു ഐറ്റം അല്ലേ ഉള്ളൂ, ആ ടോട്ടൽ എങ്ങോട്ടാണ് മാറ്റേണ്ടത്? ആ ടോട്ടൽ നമുക്ക് മാറ്റേണ്ടത് സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിലേക്കാണ് മാറ്റേണ്ടത്. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഞാൻ ഓപ്പൺ ചെയ്തു. അതിനകത്ത് ആകെ ഒരു ട്രാൻസാക്ഷനേ ഉള്ളൂ. സെയിൽസ് അക്കൗണ്ടിൽ നമ്മൾ എല്ലാം ക്രെഡിറ്റ് സൈഡിലാണ് വന്നതെങ്കിൽ സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിൽ എവിടെ ആയിരിക്കും വരുന്നത്? ഡെബിറ്റ് സൈഡിലായിരിക്കും വരുന്നത്. ഓപ്പോസിറ്റ് അല്ലേ വരത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ക്യാഷ് ബുക്കിലെ എല്ലാ ട്രാൻസാക്ഷനും പോസ്റ്റ് ചെയ്തു. പർച്ചേസ് ഡേ ബുക്കിലെ A to Z ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്തു.
പർച്ചേസ് റിട്ടേൺ ഡേ ബുക്കിലെ A to Z ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്തു. സെയിൽസ് ഡേ ബുക്കിലെയും സെയിൽസ് റിട്ടേൺ ഡേ ബുക്കിലെയും ട്രാൻസാക്ഷൻസ് എല്ലാം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആകെ ഉള്ളത് ജേണൽ പ്രോപ്പറാണ്. ജേണൽ പ്രോപ്പറിലെ ട്രാൻസാക്ഷൻ ആണ് നമുക്കിനി പോസ്റ്റ് ചെയ്യാനുള്ളത്. നമുക്ക് ഓരോന്ന് നോക്കാം. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ആയൂർ ലിമിറ്റഡ്. അപ്പോൾ ഒരു ഫർണിച്ചർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, ഒരു ആയൂർ ലിമിറ്റഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഫർണിച്ചർ അക്കൗണ്ടിൽ ടു ആയൂർ ലിമിറ്റഡ്, ആയൂർ ലിമിറ്റഡിൽ ബൈ ഫർണിച്ചർ. ഓക്കെ, ഫർണിച്ചർ അക്കൗണ്ടിൽ ടു ആയൂർ ലിമിറ്റഡ്, ഫർണിച്ചർ അക്കൗണ്ടിൽ ടു ആയൂർ ലിമിറ്റഡ്. ഫർണിച്ചർ നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. ആയൂർ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അവിടെ ബൈ ഫർണിച്ചർ, ആയൂർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അവിടെ ബൈ ഫർണിച്ചർ എന്ന് എൻ്റർ ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ ജേണൽ പ്രോപ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ജേണൽ പ്രോപ്പർ എന്താ? മിഥുനാൻ കമ്പനി അക്കൗണ്ട് ഡെറ്റർ ടു ഡിസ്കൗണ്ട് റിസീവ്ഡ്. അപ്പോൾ മിഥുനാൻ കമ്പനിയിൽ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് എൻ്റർ ചെയ്യണം. എന്നിട്ട് ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അവിടെ മിഥുനാൻ കമ്പനി എന്ന് എൻ്റർ ചെയ്യണം. അപ്പോൾ മിഥുനാൻ കമ്പനിയിൽ ഡിസ്കൗണ്ട് റിസീവ്ഡ്, മിഥുനാൻ കമ്പനി ഇവിടെ കിടപ്പുണ്ട്. മിഥുനാൻ കമ്പനിയിൽ ടു ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഇനി ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അവിടെ മിഥുൻ ആൻഡ് കമ്പനി, ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അവിടെ മിഥുൻ ആൻഡ് കമ്പനി. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ജേണൽ പ്രോപ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ജേണൽ പ്രോപ്പറിൽ പറയുന്നത് സ്റ്റേഷനറി അക്കൗണ്ട് ഡെറ്റർ ടു നിസാൻ പേപ്പേഴ്സ് എന്നാണ്. സ്റ്റേഷനറി അക്കൗണ്ട് ഓൾറെഡി ഉണ്ട്, അവിടെ നിസാൻ പേപ്പേഴ്സിന് എഴുതണം. നിസാൻ പേപ്പേഴ്സിൽ പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ബൈ സ്റ്റേഷനറി എന്ന് എഴുതണം. സ്റ്റേഷനറി അക്കൗണ്ട് നമുക്ക് ഉണ്ടോ എന്നൊന്ന് നോക്കിയേക്കാം. സ്റ്റേഷനറി അക്കൗണ്ടിൽ ടു നിസാൻ പേപ്പേഴ്സ്, സ്റ്റേഷനറി അക്കൗണ്ടിൽ ടു നിസാൻ പേപ്പേഴ്സ്. ഇതാണ് സ്റ്റേഷനറി, നമുക്ക് ഓൾറെഡി ഉണ്ട്. സ്റ്റേഷനറി അക്കൗണ്ടിൽ ടു നിസാൻ പേപ്പേഴ്സ്. എന്നാൽ നിസാൻ പേപ്പേഴ്സ് പുതിയ അക്കൗണ്ടാണ്, ഇതുവരെ നമ്മൾ ഓപ്പൺ ചെയ്യാത്തതാണ്. അവിടെ ബൈ സ്റ്റേഷനറി എൻ്റർ ചെയ്യുക. ഓക്കെ, ഇത് നമുക്ക് ഒരു ട്രാൻസാക്ഷനും കൂടെ നമുക്കിവിടെ ആകെ പോസ്റ്റ് ചെയ്യാനുള്ളൂ. അതെന്ന് പറയുന്നത് ഇലക്ട്രോ ആൻഡ് കമ്പനി അക്കൗണ്ട് ഡാറ്റ. ഇപ്പം ഈ 4 ഐറ്റവും ടിക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ മറന്നാലും നിങ്ങൾ മറക്കരുത്. ഓക്കെ, 3 പോസ്റ്റ് ചെയ്തു. അവസാനത്തെ ഐറ്റം നമ്മൾ പോസ്റ്റ് ചെയ്യാണ്. ഇലക്ട്രോ ആൻഡ് കമ്പനി അക്കൗണ്ട് ഡാറ്റ ടു ഡിസ്കൗണ്ട് റിസീവ്ഡ്. അപ്പോൾ ഇലക്ട്രോ ആൻഡ് കമ്പനിയിൽ ടു ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ ബൈ ഇലക്ട്രോ ആൻഡ് കമ്പനി, ഡിസ്കൗണ്ട് റിസീവ്ഡ് ബൈ ഇലക്ട്രോ ആൻഡ് കമ്പനി. ഇതോടുകൂടി നമ്മുടെ പോസ്റ്റിംഗ് എന്ന പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. പോസ്റ്റിംഗ് എന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ക്വസ്റ്റ്യൻ വേണ്ട, ഡേ ബുക്ക് വേണ്ട, പർച്ചേസ് ലെഡ്ജറോ സെയിൽസ് ലെഡ്ജറോ ഒന്നും വേണ്ട. നമ്മളിനി കാൽക്കുലേറ്റർ എടുത്ത് ബാലൻസിങ് എന്ന പ്രോസസ്സിലേക്കാണ് പോകുന്നത്. ബാലൻസിങ് എന്ന പ്രോസസ്സ്. അപ്പോൾ അതിലാദ്യം നമ്മൾ ഡേ ബുക്ക് ഓൾറെഡി നമ്മൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. അത് ബുക്സ് ഓഫ് പ്രൈം എൻട്രി നമ്മൾ പർച്ചേസ് ഡേ ബുക്കൊക്കെ ടോട്ടൽ ചെയ്ത കൂട്ടത്തിൽ അത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെഡ്ജർ അക്കൗണ്ടുകളാണ്. ഇവിടം തൊട്ടുള്ള ലെഡ്ജർ അക്കൗണ്ടുകളാണ് ബാലൻസ് ചെയ്യാൻ പോകുന്നത്. അതിലാദ്യം പർച്ചേസസ് അക്കൗണ്ട് നമുക്ക് ബാലൻസ് ചെയ്യണ്ട. നമ്മൾ ഓൾറെഡി ബാലൻസിങ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഏതൊക്കെ അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്യണം, ഏതൊക്കെ അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്യണ്ട. അസറ്റ്, ലൈബിലിറ്റി, ക്യാപിറ്റൽ, ഈ 3 ഐറ്റവും നമ്മൾ ബാലൻസ് ചെയ്യണം. ഇൻകവും എക്സ്പെൻസും ബാലൻസ് ചെയ്യണ്ട, ജസ്റ്റ് ടോട്ടൽ ചെയ്താൽ മതി എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം അങ്ങനെ അതേ റൂള് നമുക്കിവിടെ ഫോളോ ചെയ്യാം. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഇൻകം എക്സ്പെൻസ് അക്കൗണ്ടും ടോട്ടൽ ചെയ്താൽ പോരാ, അത് നമ്മൾ ക്ലോസിംഗ് എൻട്രി പാസ് ചെയ്യണം. നമ്മൾ ജേണൽ പ്രോപ്പർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ജേണൽ പ്രോപ്പർ എന്തിനു ഉപയോഗിക്കുന്നു? ക്ലോസിംഗ് എൻട്രി പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ജേണൽ പ്രോപ്പർ ഉപയോഗിക്കുന്നു പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ ക്ലോസിംഗ് എൻട്രി? ഈ ടോട്ടൽ ചെയ്യുന്ന ഐറ്റത്തിനെ നമ്മൾ എങ്ങോട്ടാണ് ക്ലോസ് ചെയ്ത് വിടുന്നത്? നമ്മളുടെ ട്രേഡിംഗ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് അക്കൗണ്ടിലോ ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. 40,000 അല്ലെങ്കിൽ ഈ 61,000 പർച്ചേസ് അക്കൗണ്ടിലെ 61,000 നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ് ഇത്. നമ്മൾ ഇപ്പം തൽക്കാലം വേണ്ട, ഇനി പിന്നീടുള്ള ചാപ്റ്റർ പഠിക്കും. ബൈ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഈ സെയിം ഫിഗർ തന്നെ 61,000 ഇവിടെ എൻ്റർ ചെയ്ത് ടാലിയാക്കി കളയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് ഇതിനെ ക്ലോസിംഗ് എൻട്രി. എന്താണ്? ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റ് ടു പർച്ചേസ് അക്കൗണ്ട്. അത് നമ്മൾ ജേണൽ പ്രോപ്പർ വഴിയാണ് ആ ഒരു എൻട്രി പാസ് ചെയ്യുന്നത്. പക്ഷെ അത് നമുക്കിപ്പം തൽക്കാലം നമ്മൾ ട്രയൽ ബാലൻസ് വരെയല്ലേ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ട്രയൽ ബാലൻസ് ചെയ്യാൻ നമുക്ക് തൽക്കാലം എക്സ്പെൻസും ഇൻകവും ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ടോട്ടൽ ചെയ്താൽ മതി. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് എക്സ്പെൻസ് അക്കൗണ്ട് ആണ്. ജസ്റ്റ് ടോട്ടൽ ചെയ്തിട്ട് ഞാൻ കളർ കൊടുക്കുകയാണ്. എന്തിനാ കളർ കൊടുക്കുന്നത്? നമുക്കിത് ട്രയൽ ബാലൻസിൽ എടുക്കേണ്ട ഐറ്റമാണ്. ഡെബിറ്റ് ബാലൻസ് ആണ്. പർച്ചേസിന് എക്സ്പെൻസ് ആണ്, ഓൾവേസ് ഡെബിറ്റ് ആയിരിക്കും. നെക്സ്റ്റ് പർച്ചേസ് റിട്ടേൺ ജസ്റ്റ് ഒന്ന് ടോട്ടൽ ചെയ്താൽ മതി. അതിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, ട്രയൽ ബാലൻസിൽ എടുക്കേണ്ടതായതുകൊണ്ട് ഞാനത് കളർ കൊടുത്തു. പക്ഷേ അടുത്തൊരു ഐറ്റം നിങ്ങൾ നോക്കിയാൽ മഹേഷ് ആൻഡ് കമ്പനി ഇവിടെയും 2,400
2450, ഇവിടെയും 2450 ടാലി ആയിപ്പോയി. ഈ ലെഡ്ജർ ട്രയൽ ബാലൻസിൽ വരില്ല. ഓക്കെ, മിഥുൻ ആൻഡ് കമ്പനി ഇവിടെയും ടാലി ആയിപ്പോയി. ഈ ഫിഗർ ഈ രണ്ട് സൈഡും കൂട്ടുമ്പം ടാലി ആയിപ്പോയി. ഇത് നമുക്ക് ട്രയൽ ബാലൻസിൽ വരില്ല. ഞാനപ്പം കളറൊന്നും കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ടിക്ക് ഒന്നും ചെയ്യുന്നില്ല. അടുത്ത ഇലക്ട്രോ ആൻഡ് കമ്പനി ടാലി ആയിപ്പോയി. രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുമ്പോൾ ടാലി ആയിപ്പോയി. നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ട്രയൽ ബാലൻസിൽ എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ഐറ്റം സെയിൽസ് ആണ്. സെയിൽസ് ഇൻകം ആണ്. ക്രെഡിറ്റ് സൈഡിൽ മാത്രമേ ട്രാൻസാക്ഷൻ ഉള്ളൂ. അത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ജസ്റ്റ് ടോട്ടൽ ചെയ്താൽ മതി. സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് സൈഡിലാണ് ട്രാൻസാക്ഷൻ വന്നിരിക്കുന്നത്. ജസ്റ്റ് ടോട്ടൽ ചെയ്താൽ മതി. അത് നമുക്ക് ട്രയൽ ബാലൻസിൽ എടുക്കേണ്ട ഐറ്റമാണ്. എന്നാൽ നാരായണൻ കമ്പനി ചെക്ക് ചെയ്തപ്പം ഈ സൈഡും കൂട്ടിയപ്പോൾ അത് ഏകദേശം മാച്ച് ആണ്, ടാലി ആയിപ്പോയി. ബാലൻസ് വരില്ല, അതുകൊണ്ട് ട്രയൽ ബാലൻസിൽ എടുക്കണ്ട. അടുത്തത് സോണി ട്രേഡേഴ്സ് ആണ്. സോണി ട്രേഡേഴ്സിന് ഒരു സൈഡിലെ എൻട്രി ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇത് എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യണം അല്ലേ? ബാലൻസ് ചെയ്യണം. ഏത് സൈഡാണ് കൂടുതൽ? ഡെബിറ്റ് സൈഡ് ടോട്ടലിൽ കൂടുതൽ. ഇതെടുത്ത് ഇങ്ങോട്ട് എഴുതി. അതിൽ നിന്ന് ഇവിടെ ഒന്നുമില്ല. ബാലൻസ് ചെയ്യുമ്പോൾ 1470 വരും. ടു ഓപ്പണിംഗ് ബാലൻസ് 1470 വരും. ഈ 1470 ഡെബിറ്റ് ബാലൻസ് ആണ്, ട്രയൽ ബാലൻസിൽ വരണം. അടുത്ത സൂര്യ ആൻഡ് കമ്പനി എടുക്കുമ്പോൾ രണ്ട് എൻട്രി ഡെബിറ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് ഇത് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ ഈ ടോട്ടൽ ഇവിടെ എടുത്ത് ഇവിടെ എഴുതി. അതിൽ നിന്ന് ഇത് കുറച്ച് 3600 ബൈ ബാലൻസ് ക്യാരി ഡൗൺ. അത് അടുത്ത പീരീഡിലെ ഓപ്പണിംഗ് ബാലൻസ് ടു ബാലൻസ് ബ്രോ ഡൗൺ ട്രയൽ ബാലൻസിൽ വരണം. 3600 ഡെബിറ്റ് ബാലൻസ്. ലിയാൻ ട്രേഡേഴ്സിൽ ഒരേ ഒരു സ്ഥലത്തെ ട്രാൻസാക്ഷൻ ഉള്ളൂ. ഇതൊരു പാർട്ടിയാണ്, ബാലൻസ് ചെയ്യണം. എക്സ്പെൻസ് അല്ല, കിട്ടാനുള്ള തുകയാണ്. അതുകൊണ്ട് നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ഡെബിറ്റ് ബാലൻസ് ആണ് വരുന്നത്. അത് ട്രയൽ ബാലൻസിൽ വരണം. ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? പേഴ്സണൽ അക്കൗണ്ട് ആണ്. ആരെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു? ബിസിനസ് മാനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു. വൺ സൈഡിലാണ് ട്രാൻസാക്ഷൻ വന്നിരിക്കുന്നത്. ഉറപ്പായിട്ടും ബാലൻസ് ചെയ്യണം. ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. അതിവിടെ തന്നെ എഴുതി. ടു ബാലൻസ് എഴുതി. ബൈ ബാലൻസ് ക്യാരി ഡൗൺ. ഓപ്പണിംഗ് ബാലൻസ് വന്നിരിക്കുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ ഇത് ക്രെഡിറ്റ് ബാലൻസ് ആണ്, ട്രയൽ ബാലൻസിൽ വരണം. എസ് എൻ ട്രേഡേഴ്സിൽ ഒരു സൈഡിലെ ട്രാൻസാക്ഷൻ വന്നിട്ടുള്ളൂ. ഇതൊരു ലോൺ തന്ന ഒരു പാർട്ടിയാണ്. സോ ഉറപ്പായിട്ടും അത് ബാലൻസ് ചെയ്യണം. വൺ സൈഡ് ട്രാൻസാക്ഷൻ ആണ്, പേഴ്സണൽ അക്കൗണ്ട് ആണ്. ബാലൻസ് വരുമ്പോൾ അത് ക്രെഡിറ്റ് ബാലൻസ് ആണ് വരുന്നത്, ട്രയൽ ബാലൻസിൽ വരണം. ഫർണിച്ചർ അക്കൗണ്ട് അസറ്റ് ആണ്. എപ്പോഴും അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. സോ ഈ സൈഡാണ് കൂടുതൽ. ടോട്ടൽ ചെയ്യുമ്പോൾ ബാലൻസ് ചെയ്ത് ഓപ്പണിംഗ് ബാലൻസ് എടുക്കുമ്പോൾ അത് ഡെബിറ്റ് സൈഡിൽ വരും. അതുകൊണ്ട് ഇത് ട്രയൽ ബാലൻസിൽ വരണം. ഡെബിറ്റ് ബാലൻസ് ആണ്. അടുത്ത ഐറ്റം ലാൻഡ് ആണ്. ലാൻഡിന് ഓൾവേസ് ഡെബിറ്റ് ആയിരിക്കും. അസറ്റ് ആണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് ബാലൻസ് ചെയ്യുക. അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ് വരുന്നത്. കാരണം ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. അതുകൊണ്ട് ഇത് ട്രയൽ ബാലൻസിൽ വരണം, ഡെബിറ്റ്. സ്റ്റേഷനറി ഒരു എക്സ്പെൻസ് ആണ്. തൽക്കാലം നമുക്ക് ടോട്ടൽ ചെയ്താൽ മതി. ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് സൈഡിലാണ് ഐറ്റം കിടക്കുന്നത്. ഡെബിറ്റ് ബാലൻസ് ആണ്, ട്രയൽ ബാലൻസിൽ വരണം. ക്യാരേജ് എക്സ്പെൻസ് ആണ്. ജസ്റ്റ് ടോട്ടൽ ചെയ്താൽ മതി. ഡെബിറ്റ് ബാലൻസ് ആണ്. റെന്റ് എക്സ്പെൻസ് ആണ്. ജസ്റ്റ് ടോട്ടൽ ചെയ്താൽ മതി. ഡെബിറ്റ് സൈഡിലാണ്. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് ആണ്. ജസ്റ്റ് ടോട്ടൽ ചെയ്താൽ മതി. എക്സ്പെൻസ് ആണ്. ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് ആണ്. ജസ്റ്റ് ടോട്ടൽ ചെയ്താൽ മതി. ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എക്സ്പെൻസ് എന്ന് പറയാൻ കഴിയില്ല. ഡ്രോയിങ്സ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ബിസിനസ് മാനെയാണ്. ബിസിനസ് മാൻ എടുത്തുകൊണ്ട് പോകുന്ന തുകയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അത് നമ്മൾ ബാലൻസ് തന്നെ ചെയ്യണം. ഇത് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്ന സമയത്ത് ഇത് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്യും. ഇതിന് ഡെബിറ്റ് ബാലൻസ് ആണ്. കാരണം ഐറ്റം ഡെബിറ്റ് സൈഡിലല്ലേ കിടക്കുന്നത്. ഓക്കെ. ടെലിഫോൺ ചാർജസ് ജസ്റ്റ് ബാലൻസ് ചെയ്യേണ്ട, ടോട്ടൽ ചെയ്താൽ മതി. ഇൻഷുറൻസ് ജസ്റ്റ് ടോട്ടൽ ചെയ്താൽ മതി. ഇനി ആയൂർ ലിമിറ്റഡിൽ ഒരേ ഒരു ഐറ്റമേ വന്നിട്ടുള്ളൂ. ക്രെഡിറ്റ് സൈഡിലാണ്. പാർട്ടി അക്കൗണ്ട് ആണ്. പാർട്ടി ആണെങ്കിൽ അത് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്തപ്പോൾ അത് ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നത്. ക്രെഡിറ്റ് സൈഡിലാണ് ട്രാൻസാക്ഷൻ വന്നിരിക്കുന്നത്. ഡിസ്കൗണ്ട് റിസീവ്ഡ് ഒരു ഇൻകം ആണ്. ഇൻകം ആണെങ്കിൽ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ടോട്ടൽ ചെയ്താൽ മതി. ക്രെഡിറ്റ് സൈഡിലാണ്, അത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. നിസാൻ പേപ്പേഴ്സിൽ ഒരേ സൈഡിൽ മാത്രമേ ട്രാൻസാക്ഷൻ ഉള്ളൂ. പക്ഷേ അതൊരു പേഴ്സണൽ അക്കൗണ്ട് ആണ്. അതുകൊണ്ട് നമുക്ക് അത് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്തപ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് കാണിക്കുന്നത്. ട്രയൽ ബാലൻസിൽ വരണം. അപ്പോൾ നമ്മുടെ ബാലൻസിങ് എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഏതൊക്കെയാണ് പുതിയ നമ്മുടെ ട്രയൽ ബാലൻസിൽ വരേണ്ടത് വരാത്തത് എന്നെല്ലാം ഞാൻ പറഞ്ഞാണ് വന്നത്. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ട്രയൽ ബാലൻസ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ട്രയൽ ബാലൻസിൽ എത്ര ലൈൻ വേണം, എത്ര വലുതായിരിക്കണം എന്ന് അറിയുന്നതിന് വേണ്ടി ഈ റെഡ് എല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കിയാൽ, അതായത് നിങ്ങൾ ടിക്ക് ചെയ്യുന്നു, ഞാൻ കളർ അടിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. 1 2 3 അല്ലേ? 1 2 എണ്ണായിരം 3, ഇത് 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21
ഇതൊക്കെ ടാലിയായി. 21, 22 കൂടാതെ നമ്മുടെ ക്യാഷും ബാങ്കും ഉണ്ടല്ലേ, നമ്മളിവിടെ ആദ്യമേ ടിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, ക്യാഷും ബാങ്കും. അതുകൊണ്ട് 24ഓളം ലെഡ്ജറുകളാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോന്നും ഒരു ട്രയൽ ബാലൻസ് ഓപ്പൺ ചെയ്യാം. ട്രയൽ ബാലൻസിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന എങ്ങനെ നോക്കാം. ട്രയൽ ബാലൻസിൻ്റെ ഫോർമാറ്റ്, ട്രയൽ ബാലൻസ് ഡേറ്റ് കൊടുക്കുന്നു, സീരിയൽ നമ്പർ, അക്കൗണ്ടിൻ്റെ പേര്, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്. നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത് പർച്ചേസ് ഡേ ബുക്ക് തന്നെ നമുക്ക് തുടങ്ങാം. പർച്ചേസസ് അക്കൗണ്ട് തൊട്ട് തന്നെ തുടങ്ങാം. ആദ്യത്തത് പർച്ചേസ് അക്കൗണ്ടാണ്. പർച്ചേസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് 61,000 എന്താണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പം പർച്ചേസ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പർച്ചേസസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഡെബിറ്റ് കോളത്തിലാണ് എൻ്റർ ചെയ്യുന്നത്. ഏതാണ്, ഡെബിറ്റ് കോളത്തിൽ. പർച്ചേസ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് ഡെബിറ്റ് കോളത്തിൽ ആ ബാലൻസ് എമൗണ്ട് എൻ്റർ ചെയ്തു. അടുത്തത് പർച്ചേസ് റിട്ടേൺ ആണ് അല്ലേ. പർച്ചേസ് റിട്ടേണിൻ്റെ ബാലൻസ് 632 രൂപ, അത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പം പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് ആണ് അടുത്തത്. പർച്ചേസ് റിട്ടേൺ അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ബാലൻസ് 632 എൻ്റർ ചെയ്യുന്നു. ഓക്കെ, അടുത്ത ട്രാൻസാക്ഷൻ സെയിൽസ് അക്കൗണ്ട് ആണ്. നമുക്കറിയാം സെയിൽസ് അക്കൗണ്ടിൻ്റെ ടോട്ടൽ എത്ര നോക്കണം. സെയിൽസ് അക്കൗണ്ടിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത്, സെയിൽസ് അക്കൗണ്ടിൻ്റെ ടോട്ടൽ ഇതെല്ലാം ടാലി ആയിപ്പോയി, ടാലി ആയതൊന്നും വരണ്ട. സെയിൽസ് അക്കൗണ്ടിൻ്റെ ടോട്ടൽ 24,910. ഓപ്പോസിറ്റ് സൈഡ് സെയിൽസ് അക്കൗണ്ടിന് ക്രെഡിറ്റും സെയിൽസ് റിട്ടേൺ ഡെബിറ്റുമാണ്. 24,910 440. അപ്പോൾ അത് നമുക്ക് രണ്ടും ഒന്ന് പോസ്റ്റ് ചെയ്തേക്കാം. സെയിൽസും സെയിൽസ് റിട്ടേണും. ഓക്കെ, സെയിൽസിന് ക്രെഡിറ്റ് ബാലൻസ്, സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ബാലൻസും. ഇനി നമുക്ക് കസ്റ്റമർ അക്കൗണ്ടുകൾ നമുക്ക് ക്യാഷ് തരാനുണ്ട്. കസ്റ്റമർ ആരൊക്കെ തരാനുണ്ട്, ഇത് ടാലി ആയിപ്പോയി, നാരായൺ ടാലി ആയിപ്പോയി. ബാക്കി സോണിക്ക് ഡെബിറ്റ് ബാലൻസ് ഉണ്ട്, സൂര്യയ്ക്ക് ഡെബിറ്റ് ബാലൻസ് ഉണ്ട്, ലിയായ്ക്ക് ഡെബിറ്റ് ബാലൻസ് ഉണ്ട്. ഈ 3 അക്കൗണ്ടും നമുക്ക് കിട്ടാനുള്ളതാണ്. സൂര്യയും സോണിയും ലിയായും ഈ 3നും ഡെബിറ്റ് ബാലൻസ് ആണ് ഡെബിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യുന്നു. ഓക്കെ ആണല്ലോ, ഓക്കെ ആണ്. അടുത്ത നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകുന്നു. സെയിൽസ് ലെഡ്ജർ കഴിഞ്ഞു. ഇനി നമ്മുടെ ജനറൽ ലെഡ്ജറാണ്. ജനറൽ ലെഡ്ജറിൽ ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസ്, SN ട്രേഡേഴ്സിന് ക്രെഡിറ്റ് ബാലൻസ് 1,25,000 നമുക്ക് പോസ്റ്റ് ചെയ്യാം. 1,25,000. ക്യാപിറ്റൽ അക്കൗണ്ടിന് SN ട്രേഡേഴ്സിന് 1,25,000. ക്യാപിറ്റൽ അക്കൗണ്ട് SN ട്രേഡേഴ്സ് 1,25,000, അത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫർണിച്ചർ അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് 14,000, ലാൻഡിന് ഡെബിറ്റ് ബാലൻസ് 42,000 ആയിരുന്നു. ഫർണിച്ചറും ലാൻഡും ഫർണിച്ചറിന് ഡെബിറ്റ് ബാലൻസും ലാൻഡിന് ഡെബിറ്റ് ബാലൻസും 14,000 42,000 എൻ്റർ ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. അടുത്ത നമുക്ക് ലാൻഡ് കഴിഞ്ഞിട്ടുള്ള അക്കൗണ്ട് ഏതാണെന്ന് നോക്കാം. ലാൻഡ് കഴിഞ്ഞിട്ടുള്ളത് സ്റ്റേഷനറിക്ക് ഡെബിറ്റ് ബാലൻസ് 5,500 നിങ്ങൾ നോക്കണം. ക്യാരേജിന് ഡെബിറ്റ് ബാലൻസ് 100, റെൻറ്റിന് ഡെബിറ്റ് ബാലൻസ് 4,000, അഡ്വർടൈസ്മെൻറ്റ് ഡെബിറ്റ് ബാലൻസ് 1,200. ആ 4 ഐറ്റം നമുക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം. സ്റ്റേഷനറി, ക്യാരേജ്, റെൻറ്റ്, അഡ്വർടൈസ്മെൻറ്റ്. ഓക്കെ, എല്ലാം ഡെബിറ്റ് ബാലൻസ് ആണ്. ഇനി നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ശേഷമുള്ള ഐറ്റം ഏതാണെന്ന് നോക്കാം. അഡ്വർടൈസ്മെൻറ്റ് ഇതാണ്. അഡ്വർടൈസ്മെൻറ്റ് ഇലക്ട്രിസിറ്റിക്ക് 1,320, ഡ്രോയിങ്സിന് 8,000, ടെലിഫോൺ 2,700, ഇൻഷുറൻസ് 1,600. അത്രയും ഡെബിറ്റ് ബാലൻസ് ആണ്. അത് നമുക്ക് എൻ്റർ ചെയ്യാം. ഇലക്ട്രിസിറ്റി, ഡ്രോയിങ്സ്, ടെലിഫോൺ, ഇൻഷുറൻസ് ഇത്രയും ഡെബിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, ആ എമൗണ്ടുകൾ പോസ്റ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് നോക്കാം. അടുത്ത വന്നേക്കുന്നത് ആയൂർ ലിമിറ്റഡ് 8,000 ക്രെഡിറ്റ്, ഡിസ്കൗണ്ട് റിസീവ്ഡ് 1,600 ക്രെഡിറ്റ്. അതുപോലെ നിസാൻ പേപ്പേഴ്സിന് 3,200 ക്രെഡിറ്റ്. ആ 3 ഐറ്റവും ക്രെഡിറ്റ് ആണ്. അത് നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇതോടുകൂടി നമ്മൾ ലെഡ്ജർ തീർന്നു അല്ലേ, നിസാൻ പേപ്പേഴ്സ് വരെ. ഇനി നമുക്ക് ആകെ എടുക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ ടോട്ടൽ ചെയ്താൽ ടാലി ആവില്ല, കാരണം ഇവിടെ 2 മിസ്സിംഗ് ഉണ്ട്. ഏതാണ്, ക്യാഷും ബാങ്കും. അപ്പോൾ ക്യാഷിൻ്റെ ബാങ്കിൻ്റെ ബാലൻസ് നമ്മൾ ക്യാഷ് ബുക്കിൽ നിന്നാണ് എടുക്കുന്നത്. 4,655 10,222. ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ലെഡ്ജറായിട്ടും ജേണലായിട്ടും ആക്ട് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് ക്യാഷിനും ബാങ്കിനും സെപ്പറേറ്റ് ലെഡ്ജർ അക്കൗണ്ട് വേണ്ട, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ ട്രയൽ ബാലൻസിലെ നമ്മുടെ അവസാനത്തെ ഐറ്റം എന്ന് പറയുന്നത് ക്യാഷും ബാങ്കുമാണ്. 4,655, ബാങ്ക് 10,222. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ചെയ്യേണ്ടത് ഈ ഡെബിറ്റും നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ ടാലി ആകണം. നമുക്ക് നോക്കാം. ഓക്കെ, 1,63,342 നമ്മുടെ അക്കൗണ്ട് ടാലിയായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത മെത്തേഡ്, ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്രോബ്ലം ചെയ്ത ആ ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു നമ്മൾ ജേണൽ ലെഡ്ജർ ട്രയൽ ബാലൻസ് വരെ എത്തിക്കുന്ന പ്രോബ്ലം നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് കാണിക്കുമെന്നും പിന്നീട് സ്പെഷ്യൽ ജേണൽസ് ചെയ്യുന്ന സമയത്ത് സബ്സിഡിയറി ലെഡ്ജർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെയും ഒരു വലിയ പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് ട്രയൽ ബാലൻസിൽ വരെ ഞാൻ നിങ്ങളെ എത്തിച്ചിട്ടുണ്ട്. ഇനിയൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അത് ഇതിൻ്റെ തേർഡ് മെത്തേഡാണ്. ഏതാണ് തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത്? ഡേ ബുക്ക് തയ്യാറാക്കിയിട്ട് സോഴ്സ് ഡോക്യുമെന്റ്സിൽ നിന്ന് ഡേ ബുക്ക് തയ്യാറാക്കിയിട്ട് അവിടെ ലെഡ്ജർ തയ്യാറാക്കി ട്രയൽ ബാലൻസിൽ വരെ നിങ്ങളെ ഞാൻ വീണ്ടും എത്തിക്കും. അതൊരു മറ്റൊരു വീഡിയോയില്ലേ. ഇതെല്ലാം 3 തരത്തിലുള്ള മെത്തേഡുകളാണ്. ആദ്യം ജേണൽ ചെറിയ ഫേംസിന് ഫോളോ ചെയ്യാം, രണ്ടാമത്തത് ബിഗ് ഫേംസ് ഫോളോ. ഇപ്പോൾ ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് ഈ രണ്ടാമത്തെ മെത്തേഡാണ്. ഓക്കെ, ടാലിയിൽ നിങ്ങൾക്ക് ആദ്യത്തത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ജേണൽ ഈ സ്പെഷ്യൽ ജേണൽസ് ഒന്നും ഉപയോഗിക്കാതെ നിങ്ങൾക്ക് ടാലിയിൽ ജേണലിൽ മാത്രം വെച്ച് വേണമെങ്കിലും ചെറിയ സ്ഥാപനങ്ങൾക്ക് ചെയ്യാം. പിന്നെ അടുത്തൊരു 3ാമത്തെ മെത്തേഡുണ്ട്. അത് യഥാർത്ഥത്തിൽ എന്താ പറയുന്നത്, നമ്മുടെ പഴയകാല അക്കൗണ്ടന്മാരൊക്കെ കൂടുതലും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മെത്തേഡാണ്. അതും എന്തായാലും ഇപ്പം ഞാൻ ഇപ്പം അങ്ങനെ കാണുന്നില്ല. പണ്ടൊക്കെ നമ്മുടെ കണക്കൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ മെത്തേഡിലുള്ള കണക്കുകൾ നമ്മുടെ ഓഫീസിലൊക്കെ വരാറുണ്ട്. നമ്മൾ അത് കണ്ടിട്ടുണ്ട്, നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ അത് ചെയ്തിട്ടുണ്ട്. മാനുവൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മെത്തേഡ്. ഓക്കെ, അതും ഒരു വീഡിയോ ഞാൻ എന്തായാലും ഉറപ്പായിട്ട് പോസ്റ്റ് ചെയ്യും. അത് നിങ്ങളൊന്ന് കാണണം. അത് കാണാത്തവർ പലരും ഉണ്ടാവും. അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നതും കണ്ട് മനസ്സിലാക്കുക. അപ്പം ഈ പ്രോബ്ലം എല്ലാവരും ഒന്ന് വർക്കൗട്ട് ചെയ്യുക. കാരണം നിങ്ങളൊരു അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായി അറിഞ്ഞിരിക്കണം. അക്കൗണ്ടൻസി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അത് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രം, കാണാതെ പഠിക്കാൻ ഒരിക്കലും പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല. അതൊരിക്കലും ശാശ്വതമായ പരിഹാരവുമല്ല. മനസ്സിലാക്കി പഠിച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള സബ്ജക്റ്റ് മാത്രമല്ല. ഇനി നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ വരുന്നുണ്ട്. സിമ്പിൾ ടെക്നിക്കുകളുമായിട്ടാണ് നമ്മൾ വരുന്നത്. എല്ലാവരും നമ്മുടെ ക്ലാസ്സുകൾ കാണണം. കുട്ടികൾക്കും ഒക്കെ കൂടെയുള്ള കുട്ടികൾക്കും പരിചയമുള്ള കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ബൈ ബൈ.